ഞാൻ കരുവന്തിരുത്തിക്കാരനാണ്. എൻ്റെ നാട് കരുവന്തിരുത്തിയാണ്. മഹാനായ താജുൽ ഉലമ ഉള്ളാളത്തുനിന്ന് ഇടക്കിടക്ക് പറയാറുണ്ട്. ചിലപ്പോൾ ഉള്ളാളത്തെ കമ്മിറ്റിയുമായി ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാവും. അക്കാലഘട്ടത്തിൽ താജുൽ ഉലമ 1952 വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സായി. ബഹുമാനപ്പെട്ട ശൈഖുന ആദം ഹസ്രത്ത് അടക്കമുള്ള 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കെൽപ്പുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ശൈഖുന മുഫ്തി ആളം ആദം ഹദ്റത്ത് നവ്വറല്ലാഹു മർഖദുഹു 90-ലധികം വയസ്സ് ജീവിക്കുകയും നീണ്ട 62 കൊല്ലം വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൽ വിവിധ തസ്തികകളിൽ ഖിദ്മത്ത് ചെയ്ത മുദർരിസായി, മുഫ്തിയായി, പ്രിൻസിപ്പാളായി ഖിദ്മത്ത് ചെയ്ത മഹാനവറുകൾ, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനവറുകൾ, ശൈഖുന ആദം ഹസ്രത്ത് താജുൽ ഉലമയുടെ പ്രധാനപ്പെട്ട ഉസ്താദാണ്. മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് ഒരിക്കൽ കരഞ്ഞു. കരഞ്ഞപ്പോ ചോദിച്ചു, എന്തിനാ അവിടുന്ന് കരയുന്നത്? അപ്പോൾ പറഞ്ഞത്, എൻ്റെ കയ്യിൽ ഒരു മണ്ണിന്റെ കിണ്ടി ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയപ്പോൾ, അത് വീണ് ഉടഞ്ഞു പോയപ്പോ പകരം നല്ലൊരു മനോഹരമായ കിണ്ടി എനിക്ക് കൊണ്ടുവന്ന് അത് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. എന്നെ അലട്ടുന്ന പ്രശ്നം അതല്ല, എൻ്റെ ഔറത്ത് ആ ഉടഞ്ഞു പോയ കിണ്ടി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയൊരു പുതിയ കിണ്ടി കാണുമല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ കരയുകയാണ്. ശൈഖുന ആദം ഹസ്രത്ത് ഈ വിഷയം ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം ഒക്കെ ഉസ്താദാണ് പറയുന്നത്. അങ്ങനെ മുത്തവര്രിആയ വളരെ സൂക്ഷ്മതയുള്ള മഹാനവറുകൾ അവിടുത്തെ 90-ാമത്തെ വയസ്സിലാണ് ശൈഖുന ആദം ഹസ്രത്ത് താജുൽ ഉലമയുടെ ബാഖിയാത്തു സ്വാലിഹാത്തിലെ ഉസ്താദ് മഹാനവറുകൾ ഹജ്ജിന് പോകുന്നത് 90 വയസ്സിലാണ്. എന്തേ കാരണം? എനിക്ക് ഹജ്ജ് നിർബന്ധമായിട്ടില്ല, എനിക്ക് ഇസ്തിതാഅത്തില്ല, എനിക്കതിന് സാമ്പത്തിക ശേഷിയില്ല. അനന്തര സ്വത്തായി ലഭിച്ച സ്വത്ത് വിറ്റിട്ട് ബഹുമാനപ്പെട്ട ശൈഖുന അബൂബക്കർ ഹളറത്ത് വലിയ മഹാനാണ്, താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദ് പലപ്പോഴും പറയും, ഇൽമുൻ നഹ്വ് ഒരു ബഹറാണ് മക്കളെ. മുതഅല്ലിമീങ്ങൾ എമ്പാടുമുള്ള സദസ്സായ കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദ് ഉള്ളാളത്തേക്ക് പോകും. 2 കാര്യത്തിനാണ് പോകുന്നത്. ഒന്ന് സയ്യിദ് മദനി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ, മറ്റൊന്ന് താജുൽ ഉലമയുടെ ഹിക്മ ദർസിൽ പങ്കെടുക്കാൻ. എന്നിട്ട് താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദ് ഒരു കിതാബും നോക്കാതെ ദർസ് നടത്തുന്ന മഹാനവറുകൾ ആ ഹിക്മിന്റെ ദർസിൽ പോയി, താജുൽ ഉലമയുടെ ഹിക്മിന്റെ ദർസിൽ പോയി ഇരുന്നിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, ഈ കരുവന്തിരുത്തി മസ്ജിദുൽ ബുഖാരിയിൽ വെച്ച് നീണ്ട 8 വർഷം അവിടെ നിന്ന് ദർസ് നടത്തി. ഹിക്മിന്റെ 1-ാമത്തെ വാള്യം പൂർണ്ണമായും പൂർത്തീകരിച്ചു. 2-ാമത്തെ വാള്യത്തിലേക്ക് കടന്നു. അതും കുറേയേറെ സബക്കുകൾ നടത്തിയിട്ടാണ് മഹാനവറുകൾ ഇവിടെ പറഞ്ഞു പോയത്. പ്രിയപ്പെട്ടവരെ, താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദ് പറയാറുണ്ട്, അബൂബക്കർ ഹളറത്ത് സ്വബാൻ മുഴുവനും അവരുടെ ഹൃദയത്തിൽ ഫുള്ളായിട്ടുണ്ട്. അത്രക്ക് വലിയ നഹവിയും അദീബുമാണ്. ആ അബൂബക്കർ ഹളറത്തിന്റെ കൂടെയാണ് ശൈഖുന ആദം ഹസ്രത്ത് 90-ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോകുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ അതേ രൂപത്തിൽ എല്ലാ അമലുകളും ചെയ്തു. അന്ന് സൗദി ഭരണം നടത്തുന്നത് അബ്ദുൽ അസീസ് രാജാവാണ്. അബ്ദുൽ അസീസ് രാജാവ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന ഉലമാക്കൾക്ക് സ്വീകരണം നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട ഫضല് തങ്ങൾ പറയുന്നു, ഒന്നും കൂടി മുന്നോട്ടിരിക്കാൻ കുറെ ബാക്കിൽ ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആ, യാസീൻ മുത്തുക്കോയ തങ്ങൾ ആരാണ് അവരൊക്കെ എന്നറിയോ? അവരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, തങ്ങളുടെ ഉപ്പ
യാസീൻ മുത്തുക്കോയ തങ്ങള് കക്കിടിപ്പുറത്തിന്റെ അടുത്തേക്ക് പോയപ്പോ അന്ന് ഞാൻ മുത്തഅല്ലിമാണ്. എന്റെ വീട്ടിൽ വന്ന് ഉപ്പയെ കണ്ട് ഉപ്പ എന്നെ ഖാദിമായി പറഞ്ഞയച്ചു. അവിടെ പന്താവൂരിൽ ബസ്സിറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ എന്റെ കൈ പിടിച്ച് നടന്നു പോയി. അവിടെ കക്കിടിപ്പുറം മഹാനൗറകൾ ചെന്നപ്പോഴത്തേക്ക് വലിയ സ്വീകരണം നൽകി. അലം നശ്റഹിന്റെ ഇജാസത്ത് അതെല്ലാം അവിടെ നിന്ന് നൽകി. അത് എഴുതി കൊടുത്തത് ഞാനാണ്. ഞാൻ ഇങ്ങനെ പേടിച്ച് വളരെ ഭവ്യതയോടുകൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, കുട്ടി ചോദിച്ച് ചോദിച്ച് സ്വർഗത്തിലേക്ക്, നാണിച്ച് നാണിച്ച് നരകത്തിലേക്ക്. വലിയ ആലിമീങ്ങളെടുത്ത് ചെന്നാൽ ഇങ്ങനെ നാണിച്ച് നിൽക്കരുത്, ചോദിക്കണം, അവരോട് ആവശ്യമുള്ളതൊക്കെ ചോദിക്കണം. മഹാനായ മുത്തുത്തങ്ങൾ അലം നശ്റഹിന്റെ ഇജാസത്ത് ചോദിച്ചപ്പോ അവിടെ നിന്ന് ഞാൻ മുത്തഅല്ലിമാണെന്ന് 16 വയസ്സാണ്. ആ സമയത്ത് മുത്തുത്തങ്ങൾ പറഞ്ഞു, ഇവിടത്തെ ഉപ്പ പറഞ്ഞു കക്കിടിപ്പുറം റഹ്മത്തുള്ളാഹിനോട്, ഈ കുട്ടിയും ചൊല്ലിക്കോട്ടല്ലേ, ഈ കുട്ടിയും ചൊല്ലിക്കോട്ടല്ലേ എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു ഖനം പ്രിയപ്പെട്ടവരെ അങ്ങനെ എനിക്കും കിട്ടിയത്. അങ്ങനെ ഉലമാക്കളെ من تقدم كانوا يطوفون الشرق والغرب يطلبون الأولياء والعلماء والصالحين. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ള ആൾക്കാർ കാനൂ യതൂഫൂന അശ്ശർഖ വൽ ഗർബ, അവരിങ്ങനെ ചുറ്റി സഞ്ചരിച്ചിരുന്നു. യത്ലുബൂനൽ ഔലിയാ, ഔലിയാക്കന്മാരെ അന്വേഷിച്ച് അവരിങ്ങനെ നടന്നിരുന്നു. ഔലിയാക്കന്മാരെ അന്വേഷിച്ച് നടന്നിരുന്നു. വസ്വാലിഹീൻ, സ്വാലിഹീങ്ങളെയും അന്വേഷിച്ച് നടന്നിരുന്നു. വഅൻതുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവരായി സ്വാലിഹീങ്ങൾ മാറിയില്ലേ, ഔലിയാക്കന്മാര് മാറിയില്ലേ. മൻ തഖദ്ദമ, കഴിഞ്ഞു പോയ ആളുകൾ അങ്ങനെയായിരുന്നെന്ന് ഗൗസുൽ ആദം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരുന്നു താജുൽ ഉലമ. അവിടുത്തെ കുടുംബം മുഴുവനും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ ഉമ്മ ഭാഗത്തിലുള്ള കുടുംബവും ബാപ്പ ഭാഗത്തിലുള്ള കുടുംബവും വലിയ വലിയ മഹത്തുക്കൾ. സമയം കിട്ടിയാൽ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ ദുആ ഇവിടെ നടക്കാനിരിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശൈഖുന ആദം ഹസ്രത്തിൽ നിന്ന് ഇൽമു നുകരാൻ ഭാഗ്യം ലഭിച്ചവരാണ്. 90-ാമത്തെ വയസ്സിൽ അബൂബക്കർ ഹസ്രത്തിന്റെ കൂടെ മഹാനായ ആദം ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദഹു പോയി. അങ്ങനെ ഹജ്ജിന്റെ എല്ലാ അഅ്മാലുകളും ഒരു ചെറുപ്പക്കാരനെ പോലെ ചെയ്ത് ഒരൊറ്റ ഹജ്ജ് ആദം ഹസ്രത്ത് ചെയ്തിട്ടുള്ളൂ. ഒരൊറ്റ വട്ടമേ മക്കത്തേക്ക് പോയിട്ടുള്ളൂ, മദീനത്തേക്ക് പോയിട്ടുള്ളൂ. 62 കൊല്ലം ബാഖിയാത്തുസ് സാലിഹാത്തിൽ ഖിദ്മത്ത് ചെയ്ത മഹാനവറുകൾ ഒരൊറ്റ പേനയെ ഉപയോഗിച്ചിട്ടുള്ളൂ. 4 മദ്ഹബിൽ ഫത്വ കൊടുക്കുമ്പോ ആ ഒരു പേന മാത്രം ഉപയോഗിച്ചാണ് ഫത്വ കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അത്യുന്നതന്മാരായ വലിയ വലിയ മുഹഖഖീങ്ങളിൽ നിന്ന് ഇൽമു നുകരാൻ മഹാനായ താജുൽ ഉലമക്ക് സാധിച്ചു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ 1952 ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സായ താജുൽ ഉലമ നേരെ ദർസിന് വേണ്ടി പോകുന്നത് ഉള്ളാളത്തേക്കാണ്. ആ സമയത്ത് താജുൽ ഉലമക്ക് 30 വയസ്സാണ്. 28-ാമത്തെ വയസ്സിലാണ് താജുൽ ഉലമ ഉള്ളാളത്തേക്ക് പോകുന്നത്, ബാഖിയാത്തിലേക്ക് പോകുന്നത്. ബാഖിയാത്തുസ് സാലിഹാത്തിൽ നിന്ന് 952 ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സായി. താജുൽ ഉലമ വന്നു, കരുവന്തിരുത്തിയിലേക്ക് വന്നു. അഭിമാനത്തോടുകൂടെ പറയും, എന്റെ രാജ്യം കരുവന്തിരുത്തിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ആ ഉള്ളാളത്തെ മഹല്ല് സംയുക്ത ജമാഅത്തിന്റെ പ്രസിഡന്റ് ഇബ്രാഹിം ഹാജി നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് എന്റെ ഉപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്, വലിയ നല്ല മനുഷ്യനായിരുന്നു. ചിലപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോ പറയുമത്രേ, എന്റെ രാജ്യം കരുവന്തിരുത്തിയ, എന്നെ ഉള്ളാളത്തൊന്നും കിട്ടൂല, ഞാൻ കരുവന്തിരുത്തിക്കാരനാണ്. അതുകൊണ്ട് തന്നെ കരുവന്തിരുത്തിക്കാർ, ഇതിന്റെ പരിസരമുള്ള ചാലിയം, പൊറ്റേക്കാട് അടക്കമുള്ള ഫറൂഖ് അടക്കമുള്ള പ്രദേശത്തുകാർക്ക് അഭിമാനിക്കാം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ 1922 ഹിജറ 1341 റബീഉൽ അവ്വൽ മാസം 25 വെള്ളിയാഴ്ച രാവ് താജുൽ ഉലമ ഇവിടെയാണ് പ്രസവിക്കപ്പെട്ടത്. ഈ കരുവന്തിരുത്തിയിൽ അന്ന് കരുവന്തിരുത്തി
തോട്ടിന്റെ അവിടുന്ന് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള പള്ളികളെ കൂട്ടത്തിൽ ഒരൊറ്റ പള്ളിയിലെ അന്ന് ജുമുഅ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലഘട്ടത്തിൽ ജുമുഅ അത് തോട്ടിന്റെ അടുത്തുള്ള പള്ളി വലിയ ജുമുഅത്ത് പള്ളി, മഹാന്മാരായ ഒട്ടനവധി ആളുകൾ ദർസ് നടത്തിയ പള്ളി. മുത്തനൂർ പള്ളി കേസ് നടക്കുമ്പോ ആ പള്ളി കേസ് വളരെ പ്രമാദമായ ആ പ്രശ്നം നടക്കുമ്പോ ശംസുൽ ഉലമ കരുവന്തിരുത്തിയിൽ മുദരിസാണ്. കെ ഉസ്താദ് കരുവന്തിരുത്തിയിൽ മുദരിസാണ്, വലിയ ജുമുഅത്ത് പള്ളിയിൽ മുദരിസാണ്. ആ ജുമുഅത്ത് പള്ളിയിൽ മഹാനായ താജുൽ ഉലമയുടെ വീട് കൂടിയായിരുന്നു ആ പള്ളി. പ്രിയപ്പെട്ടവരെ, ആ ജുമുഅത്ത് പള്ളിന്റെ അടുത്ത് തന്നെ മണ്ണിൽ തൊടിക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതൊരു ചെറിയ ആ സ്ഥലത്താണ് താജുൽ ഉലമയെ പ്രസവിക്കപ്പെട്ടത്. അതിന്റെ അടുത്ത് തന്നെ തങ്ങളകവും പഴയ കാലത്തുണ്ടായിരുന്നു. ആ ജുമുഅത്ത് പള്ളിന്റെ പരിസരത്തായിരുന്നു മഹാനായ സയ്യിദ് അവറുകൾ താമസിച്ചിരുന്നത്, അവിടുത്തെ കുടുംബം താമസിച്ചിരുന്നത്. പിന്നീട് എങ്ങനെയാണ് മടത്തിൽ പാടത്തേക്ക് വന്നത്? ഇത് മടത്തിൽ പാടം ജുമുഅത്ത് പള്ളി, അത് വലിയ ജുമുഅത്ത് പള്ളി, പഴയ ജുമുഅത്ത് പള്ളി, തോട്ടിന്റെ അടുത്തുള്ള ജുമുഅത്ത് പള്ളി എന്നൊക്കെ ആ പള്ളിയെ സംബന്ധിച്ച് പറയപ്പെടും. അവിടെയാണ് താജുൽ ഉലമയുടെ ഇൽമിന്റെ തുടക്കം. ആ വലിയ ജുമുഅത്ത് പള്ളിയിലാണ് താജുൽ ഉലമയുടെ ഇൽമിന്റെ തുടക്കം. അവിടെയാണ് പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ പൊന്നാനി ആണ്ട് നേർച്ചയ്ക്ക് ചെന്നാൽ അവിടുന്ന് താജുൽ ഉലമ ആദ്യം പറയും, പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ എനിക്ക് മുത്തഫരീദ് ഓതി തന്ന ഉസ്താദ്, എനിക്ക് മുത്തഫരീദ് ഓതി തന്ന ഉസ്താദ്. അങ്ങനെയാണ് പറയുക. എനിക്ക് മുത്തഫരീദ് ഓതി തന്ന ഉസ്താദ് മഖ്ദൂം കുടുംബത്തിൽപ്പെട്ടവരാണ്. പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ അത് പൊന്നാനിക്കാരനാണ്, മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. അവിടെ നിന്നാണ് താജുൽ ഉലമ മുത്തഫരീദ് ഓതിയത്. കരുവന്തിരുത്തി ജുമുഅത്ത് പള്ളിയിൽ നിന്ന് മുത്തഫരീദ് ഓതി. പ്രിയപ്പെട്ടവരെ, പിന്നീട് ആ മുഹമ്മദ് മുസ്ലിയാർ പാടത്ത് ജുമുഅത്ത് പള്ളിയിലേക്ക് ചില കാരണങ്ങളാൽ മാറി. അത് വലിയ കിതാബുകൾ കൂടുതൽ ഓതാത്ത ഉസ്താദായിരുന്നു. ആ ഉസ്താദ് അൽഫിയ ഫത്ഹുൽ മുഈൻ വരെ മാത്രം ദർസ് നടത്തിയിരുന്ന ഉസ്താദായിരുന്നു. ആ ഉസ്താദ് പിന്നീട് പാടത്തേക്ക് മാറി, പാടത്ത് ജുമുഅത്ത് പള്ളിയിലേക്ക് മാറി. മുഹീദ്ദീൻ മസ്ജിദ് എന്നാണ് ഈ മഹല്ലിലെ ജുമുഅത്ത് പള്ളിയുടെ പേര്. മുഹീദ്ദീൻ മസ്ജിദ് എന്നാണ്. ഈ ഉള്ളവൻ ഇവിടെ ഖിദ്മയിലായിരിക്കുമ്പോ ഒരിക്കൽ വെള്ളിയാഴ്ച താജുൽ ഉലമ ജുമുഅക്ക് 10 മണി 10:30 മണി സമയത്ത് വരും ജുമുഅക്ക്. ഈ വീട്ടിൽ നിന്ന് താജുൽ ഉലമ നടന്നു വരും. അന്ന് ഇവിടെ ഒരു വരമ്പാണ്. ആ വരമ്പിലൂടെ വളരെ നേരത്തെ തന്നെ ജുമുഅക്ക് വന്ന് അവിടെ മഹാനായ താജുൽ ഉലമ മെഹ്റാബിന്റെ അടുത്ത് തന്നെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് എല്ലാ ഔറാദുകളും, താജുൽ ഉലമന്റെ ഒരു പ്രത്യേകത ചമ്രം പടിഞ്ഞിട്ടുള്ള ഒരൊറ്റ ഇരുത്തം, ചമ്രം പടിഞ്ഞിട്ടുള്ള ഒരൊറ്റ ഇരുത്താണ്. അത് പിന്നെ ഇളകൂല, അനങ്ങൂല. ഹിക്മൊക്കെ ദർസ് നടത്തുമ്പോ അവിടുത്തെ 80-ാമത്തെ വയസ്സിലൊക്കെ ഹിക്മ ദർസ് നടത്തുമ്പോ സുബ്ഹാനല്ലാഹ് റമദാനിക്ക് വരെ 2 മണിക്കൂർ ഒരേ ഒരു ഇരുത്തം ഇരിക്കും, അനങ്ങൂല, അതേ ഇരുത്തം ഇരിക്കും. അവിടുത്തെ മശായിഖന്മാരിൽ നിന്ന് കിട്ടിയ ഹൈഅത്ത് രൂപം അതാണ്. അങ്ങനെ നേരത്തെ ജുമുഅക്ക് വരും. നേരത്തെ ജുമുഅക്ക് വന്ന് ജുമുഅ കഴിഞ്ഞിട്ട് അവസാനമേ പോകും. വളരെ നേരവും പിന്നെയും ഇബാദത്തിലാണ്. എല്ലാം പരിപൂർണമായി ചെയ്യുന്ന പ്രകൃതിക്കാരനാണ് താജുൽ ഉലമ. കരുവന്തിരുത്തി ജുമുഅത്ത് പള്ളിയിൽ വെച്ച് അവിടുന്ന് മുത്തഫരീദ് ഓതി. പിന്നീട് കോടമ്പീകത്ത് മുഹമ്മദ് മുസ്ലിയാർ മഹാനരിൽ നിന്ന് തഫ്സീറുൽ ജലാലൈനി വരെ പാടത്ത് ജുമുഅത്ത് പള്ളിയിൽ നിന്നും മഹാനവറുകൾ ഓതി. പാടത്ത് ജുമുഅത്ത് പള്ളിയിൽ മുഹീദ്ദീൻ പള്ളിയിൽ റമദാനിക്ക് ഇമാമ കൂടിയായിരുന്നു താജുൽ ഉലമ. റമദാനിക്ക് ഇമാമായിരുന്നു. താജുൽ ഉലമ വെള്ളിയാഴ്ച വഅദിന് പോയിരുന്നു. എന്നോട് തന്നെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരിക്കൽ വെള്ളിയാഴ്ച വഅദിന് പോയപ്പോ അന്ന് ആ ഭാഗത്ത് ഓതുകയാണ്. എനിക്ക് തോന്നുന്നത് അന്ന് തളിപ്പറമ്പ് ഖുവ്വത്തിലായിരിക്കാം ഓതുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആ ഭാഗത്ത് ഞാൻ വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷമുള്ള വെള്ളിയാഴ്ച ഉറുദിക്ക് പോയി. താജുൽ ഉലമ പറയാം, അങ്ങനെ ഉറുദിക്ക് ചെന്നപ്പോ അവിടെ വേറെ ഒരാൾ ഉറുദിക്ക് വന്നിരിക്കുന്നു. ആ ആള് ആരാന്നറിയോ നിങ്ങള്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, റയീസുൽ ഉലമ, സുബ്ഹാനല്ലാഹ്, വലിയ വലിയ പണ്ഡിതന്മാർ, മാദിഹുർ റസൂൽ തിരൂരങ്ങാടി ഉസ്താദ് അടക്കമുള്ള ബഹുമാനപ്പെട്ട കോടമ്പഴ ശൈഖുൻ നുജൂം അടക്കമുള്ള വീരാങ്കോയ മുസ്ലിയാർ അടക്കമുള്ള വലിയ വലിയ മഹത്തുക്കളുടെ ഗുരുനാഥനായ ബഹ്റുൽ ഉലൂം ഒക്കെ ഉസ്താദാണ്.
വഅലിന് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച. ഓക്കെ, ഉസ്താദ് അന്ന് കാപ്പാട് ഓതുകയാണ്. കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയാരെടുത്ത് ഓതുകയാണ്. വലിയ വലിയ ഫന്നുകൾ അവിടെ നിന്നാണ് ഓതിയത്. സുബ്ഹാനല്ലാഹ്. മഹാനായ താജുൽ ഉലമ വെള്ളിയാഴ്ച വഅലിന് പോയപ്പോ അവിടെ ഇങ്ങനെ ഒരു മുതഅല്ലിമിനെ കണ്ടപ്പോ ആ മുതഅല്ലിമിനെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് താജുൽ ഉലമ അവിടെ നിന്ന് പോന്നു. താജുൽ ഉലമയെ കണ്ടപ്പോ ഇത് താജുൽ ഉലമയാകാൻ പോകുന്ന ആളാണ്, പ്രിയപ്പെട്ടവരെ അവരെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ഒക്കെ ഉസ്താദും അവിടെ നിന്ന് പോയി. രണ്ടാളും വഅല് പറഞ്ഞില്ല. നോക്കണം നിങ്ങൾ, ഇങ്ങനെയാണ് താജുൽ ഉലമ ജീവിതം തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഈ കരുവന്തിരുത്തിക്കാർ താജുൽ ഉലമയെ നല്ലപോലെ ബഹുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ കുടുംബത്തെ നല്ലപോലെ ബഹുമാനിച്ചിട്ടുണ്ട്. 89-ലെ നിർഭാഗ്യകരമായ ആ വേർതിരിവ് അത് കഴിഞ്ഞ് 90-ൽ ഈ ഉള്ളവൻ ഇവിടെ ദർസ് തുടങ്ങുകയാണ്. ഞാൻ 90-ൽ ഇവിടെ ദർസ് തുടങ്ങിയപ്പോ വളരെ പേടിയുള്ള സമയമാണ്. വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉലമാഇനുള്ള സമയമാണ്. ആ സമയത്താണ് എന്റെ ദർസി ജീവിതം തുടങ്ങുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ ഒരു മുതഅല്ലിമിന്റെ രൂപമേ അന്നുള്ളൂ. പക്ഷേ ഈ നാട്ടുകാർ ഉലമാക്കളോട് മുദരിസുമാരോടൊക്കെ വല്ലാത്ത ബഹുമാനം. ഇവിടെ 2 കൊല്ലം ദർസ് നടത്തിയതിനു ശേഷമാണ് ഞാൻ വിവാഹം തന്നെ കഴിക്കുന്നത്. അത്രക്കും ചെറുപ്പത്തിൽ ഇവിടെ വന്ന് വളരെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ ഉലമാക്കളെ സമീപിക്കുന്ന പ്രകൃതിക്കാരാണ് കരുവന്തിരുത്തിക്കാർ. അവരോട് എങ്ങനെ ആദരവ് കാണിക്കണം എന്നറിയാം. എനിക്ക് ശമ്പളവുമായി വരുമ്പോൾ ഇശാക്ക് ശേഷമേ ശമ്പളവുമായി വരൂ. അതെന്തേ കാരണം? ഇശാക്ക് ശേഷം വന്നാൽ മുദരിസിന് അപ്പോഴേ ഒഴിവുണ്ടാവുകയുള്ളൂ. മറ്റു സമയത്ത് മുദരിസിനെ വന്ന് ശല്യപ്പെടുത്തണ്ട എന്ന് തീരുമാനിച്ചവരാണ് ഈ നാട്ടുകാർ. ഇവിടെ 10 കൊല്ലം ദീനീ ഖിദ്മത്ത് നടത്തിയിട്ട് ഒരു കുടിയിരിക്കലിനോ അത്തരം വിഷയങ്ങൾക്കോ ഒന്നും പോകേണ്ടി വന്നില്ല. ഒരു നിലക്കും ശല്യപ്പെടുത്തൂല. ദർസിന്റെ വിഷയത്തിൽ യാതൊരു ശല്യവുമില്ലാതെ, ഖുതുബയുടെ ഉത്തരവാദിത്തമില്ല, നിക്കാഹിന്റെ ഉത്തരവാദിത്തമില്ല, അങ്ങനെ യാതൊരു ഉത്തരവാദിത്തമില്ലാതെ ആ 10 കൊല്ലം ഇവിടെ ഖിദ്മത്ത് ചെയ്തത് ഒരു 100 കൊല്ലം ഖിദ്മത്ത് ചെയ്ത മേനിയാണ്. അങ്ങനെ ഉലമാഇനെ വല്ലാതെ സ്നേഹിക്കാൻ ഈ നാട്ടുകാരെ പഠിപ്പിച്ചതൊക്കെ ഇവിടെയുള്ള പൂർവികന്മാരായ താജുൽ ഉലമയെ പോലെ താജുൽ ഉലമയുടെ എടുത്തു പറയേണ്ട ഒരേ ഒരു ശരീഖ്. 2 ദിവസം മുമ്പ് ഒരു പ്രാസംഗികൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താജുൽ ഉലമയെ പറ്റി ഒന്ന് പറഞ്ഞു തരണം, എനിക്കറിയേണ്ടത് താജുൽ ഉലമന്റെ ശരീക്കന്മാരെ പറ്റിയാണ്. 3 വിഷയങ്ങൾ അറിഞ്ഞാൽ ഒരാളെ വിലയിരുത്താൻ പറ്റും. ഒന്ന് അവരുടെ ഉസ്താദുമാർ, രണ്ടാമത്തത് അവരുടെ ശരീക്കന്മാർ, മൂന്നാമത്തത് അവരുടെ ശിഷ്യന്മാർ. ഇത് 3ഉം അറിഞ്ഞാൽ ഒരാളെ വിലയിരുത്താൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താജുൽ ഉലമയുടെ ശരീക്ക് ആർ എന്ന് ചോദിച്ചപ്പോ ഞാൻ ആദ്യ സമയത്തൊന്ന് പരുങ്ങിപ്പോയി. എങ്ങനെയാണത് വിശദീകരിക്കുക? വല്ലൂർ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് അറബി കോളേജിലുള്ളവൻ ചെന്ന് 952-ലെ ആ ദഫ്തർ എടുത്തു നോക്കി, ആ പട്ടിക എടുത്തു നോക്കി. ഒന്നാമതായി അബ്ദുറഹ്മാൻ കുഞ്ചിൻകോയ തങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നു. ഒന്നാമത് എഴുതിയ താജുൽ ഉലമയുടെ പേരാണ്. അങ്ങനെ ആ പേരുകൾ ഇങ്ങനെ നോക്കുമ്പോ പിന്നീട് കണ്ടു അതേ വരിയിൽ തന്നെ ബഹുമാനപ്പെട്ട മർഹൂം ആലിക്കുട്ടി മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. ഈ നാട്ടുകാരനാണ്. മഹാനായ താജുൽ ഉലമയോട് കൂടെ തളിപ്പറമ്പിലേക്കും അവിടെ നിന്ന് പിന്നെ ഒന്നിച്ച് ബാഖിയാത്തിലേക്കും പോയ മഹാനായ ആലിക്കുട്ടി മുസ്ലിയാർ. താജുൽ ഉലമയുടെ പഴയകാല ശരീക്കന്മാർ ആരെന്ന് ചോദിച്ചാൽ മഹാനായ ആലിക്കുട്ടി മുസ്ലിയാരെ പറയാൻ സാധിക്കും. പെരിങ്ങത്തൂർ അലിയുൽ കൂഫി റഹ്മഹുല്ലാഹ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പള്ളിയിൽ വെച്ച് ബിദ്അത്തിന്റെ ആളുകൾക്കെതിരെ, ജമാഅത്തുകാർക്കെതിരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് മഹാനായ പെരിങ്ങത്തൂർ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന താജുൽ ഉലമയുടെ പ്രധാനപ്പെട്ട ശരീക്ക്, ഈ കരുവന്തിരുത്തിക്കാരനായ മഹാനവറുകൾ വഫാത്താകുന്നത്. അവിടെ വെച്ചാണ് വഫാത്താകുന്നത്. പല വിഷയങ്ങളും മഹാനായ താജുൽ ഉലമ അത് സംബന്ധമായി പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരൊക്കെയാണ് ഈ നാട്ടുകാർക്ക് ആലിമീങ്ങളോട് എങ്ങനെ പെരുമാറണം. നീണ്ട 10 കൊല്ലം ഇവിടെ ഖിദ്മത്ത് നടത്തിയപ്പോ താജുൽ ഉലമയെ സംബന്ധിച്ച് ഒരാൾ പോലും ഒന്നും പറഞ്ഞില്ല.
താജുൽ ഉലമയെ സംബന്ധിച്ച് വിമർശിച്ചുകൊണ്ട് ആ കാലയളവിൽ ആരും പറഞ്ഞില്ല. വിമർശിക്കേണ്ട സമയമാണത്. ആ സമയത്താണ് പിളർപ്പിന്റെ തുടക്കമാണത്. ആ സമയത്ത് അതിന്റെ തീവ്രതയുള്ള സമയത്താണ് ഈ ഉള്ളവൻ ഇവിടെ ഖിദ്മത്തിലുള്ളത്. ഒരക്ഷരം പറഞ്ഞില്ല. ആ വീട്ടിൽ താജുൽ ഉലമയുടെ വീട്ടിൽ റബീഉൽ അവ്വൽ മാസത്തിൽ താജുൽ ഉലമയുടെ വന്നാൽ വലിയ മൗലിദ് നടക്കും. ആ മൗലിദിന്റെ സദസ്സിലേക്ക് മുദരിസിനെയും കുട്ടികളെയും ക്ഷണിക്കും. പാടത്തെ പള്ളിയിലെ മുദരിസിനെയും കുട്ടികളെയും ക്ഷണിക്കും. പാടത്തെ പള്ളിയിലെ ഒരു മുതിർന്ന മുതഅല്ലിമിനെ റബീഉൽ അവ്വൽ 1 മുതൽ മൗലിദ് ഓതി കൊടുക്കുവാൻ വേണ്ടി പാനപ്പെട്ട പൂക്കോയ തങ്ങളുടെ ഉമ്മ അതിനൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. പലപ്പോഴും മുതഅല്ലിമീങ്ങൾക്ക് ചായയും പലഹാരവും മഗ്രിബിന്റെ ശേഷം 1ാമത്തെ ദർസിൽ മുതഅല്ലിമീങ്ങൾക്ക് കൊടുത്തിട്ട് ദ്വാരപ്പിക്കും തങ്ങളുടെ ഉമ്മ. അത്രക്കും മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്. ദർസിൽ നിന്ന് മുതഅല്ലിമിനെ പറഞ്ഞയച്ച് റബീഉൽ അവ്വൽ 1 മുതൽ താജുൽ ഉലമയുടെ വീട്ടിൽ 30 ദിവസവും മൗലിദ് പാരായണം ചെയ്യും. 30 ദിവസവും മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യും. എന്നിട്ട് താജുൽ ഉലമ റബീഉൽ അവ്വലിൽ എന്തെങ്കിലും വന്നാൽ വലിയ മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കും. അന്ന് ഇവിടെയുള്ള എല്ലാ ആളുകളെയും പ്രധാനപ്പെട്ട ആളുകളെ ഒക്കെ വിളിക്കും. അവരൊക്കെ അതിൽ പങ്കെടുക്കും. അവർക്കൊക്കെ താജുൽ ഉലമ അന്ന് 5 രൂപ കൊടുക്കും. എല്ലാവർക്കും 5 രൂപ കൊടുക്കും. ആ 5 രൂപ എനിക്കും തരും. അങ്ങനെ 5 രൂപ അതെടുത്തിട്ട് റൂമിൽ കൊണ്ടുപോയി നോക്കുമ്പോഴാണ് 5 രൂപ തുറന്നു നോക്കിയാൽ അതിനകത്തൊരു 100 രൂപയുണ്ടാകും. 5 രൂപന്റെ ഉള്ളിൽ പുറമെ കാണുന്ന ആൾക്കാർക്കൊക്കെ 5 രൂപയാണ്. അത് തുറന്നു നോക്കിയാൽ അതിന്റെ ഉള്ളിൽ 100 രൂപ വെച്ച് നേരത്തെ തന്നെ താജുൽ ഉലമ റെഡി ആയിട്ടുണ്ടാകും. കാരണം മുദരിസാണ്. മുദരിസാവുമ്പോൾ അങ്ങനെയാണ് പെരുമാറേണ്ടത്. എവിടെന്നാ താജുൽ ഉലമക്ക് സുബ്ഹാന ജല്ല ജലാലു ളുയൂഫിനോട് പെരുമാറേണ്ട മര്യാദകൾ അത് വളരെ പ്രധാനപ്പെട്ട രൂപത്തിൽ താജുൽ ഉലമ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ദർസില്ലാതെ വീട്ടിലിരിക്കുമ്പോ ദർസെല്ലാം നിർത്തിയിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഒരു വരുമാനവും ഇല്ല. റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന് അവിടുത്തെ ഒരു മകളെ 2 പെൺകുട്ടികളാണ് റഈസുൽ മുഹഖഖീൻ ഉള്ളത്. 2 പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കുഞ്ഞുമോൻ. അങ്ങനെയാണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് താജുൽ ഉലമ ഉള്ളാളത്തുള്ള വലിയ മുതലാളിമാർ, ഉള്ളാളത്തുള്ള ആളുകൾ, മംഗലാപുരത്തുള്ള ആളുകൾ അവരെയൊക്കെ മാസാന്തം സമീപിച്ച് അവരിൽ നിന്ന് നല്ലൊരു സംഖ്യ വാങ്ങിച്ച് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന് അയച്ചു കൊടുക്കും. മാസം മാസം മണി ഓർഡർ അയച്ചു കൊടുക്കും. ഇന്നത്തെ പോലെ ഗൂഗിൾ പേ ഇല്ലാത്ത കാലമല്ലേ. മണി ഓർഡർ അയച്ചു കൊടുക്കുമെന്ന് അത് ആര് പറയുന്നു? എൻ്റെ പ്രിയപ്പെട്ട പിതാവ് 956 മുതൽ മംഗലാപുരത്ത് എന്റെ ഉപ്പ മുദരിസാണ്. മഹാനായ താജുൽ ഉലമ ഉള്ളാളത്ത് മുദരിസാണ്. അങ്ങനെ അവർ 2 പേരും അന്ന് മുതലേ വലിയ ബന്ധമാണ്. അതിന്റെ മുമ്പ് തന്നെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ മംഗലാപുരത്തെ വിഷയങ്ങളും ഉള്ളാളത്തെ വിഷയങ്ങളും അവർക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഉപ്പ പറഞ്ഞു, അങ്ങനെ അവിടെയുള്ള വലിയ വലിയ ആളുകളിൽ നിന്ന് മഹാനായ താജുൽ ഉലമ തന്റെ ഉസ്താദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് വിഷമിച്ചുകൂടാ. കണ്ണിയത്ത് ഉസ്താദ് ജോലിയില്ലാത്തതിന്റെ പേരിൽ, ദർസില്ലാത്തതിന്റെ പേരിൽ, വരുമാനമില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ചുകൂടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള ആളുകൾ, എന്റെ മുതഅല്ലിമീങ്ങളെ, ഇങ്ങനെയൊക്കെയാണ് ഉസ്താദുമാരെ നോക്കൽ. ഇങ്ങനെയൊക്കെയാണ് ഉസ്താദുമാരെ നോക്കൽ. ഈ ഇരിക്കുന്ന തങ്ങൾ, മഹാനായ തങ്ങൾ കടലുണ്ടിയിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് വലിയ ഖാദി മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലയിലയുടെ പെങ്ങളെയാണ് കല്യാണം കഴിച്ചത്. അവരുമായൊക്കെ വളരെ നേരത്തെ നമ്മൾ ബന്ധമാണ്, ഉപ്പ മുഖേനയുള്ള ബന്ധമാണ്. നിങ്ങളറിയോ, ഇവരുടെ അമ്മോശൻ വലിയ ഖാദിയുടെ ഉപ്പ മഹാനായ കുഞ്ഞിക്കോയത്തങ്ങൾ, പ്രിയപ്പെട്ടവരെ, രാമന്തളിയിലാണ് അവരന്ത്യവിശ്രമം കൊള്ളുന്നത്. കവ്വായിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവർ അസുഖമായി മംഗലാപുരം ആശുപത്രിയിൽ കിടക്കുമ്പോ കവ്വായിലെ പ്രമുഖന്മാരായ ആൾക്കാർ അവിടെ ചെന്നപ്പോ പറഞ്ഞത്, എനിക്ക് 2 വിഷമമുണ്ട്. കുഞ്ഞിക്കോയത്തങ്ങൾ പറഞ്ഞത്, എനിക്ക് 2 വിഷമമുണ്ട്. അതെന്താരാണ് എന്റെ വിഷമം? ഒന്ന്, എന്റെ പെങ്ങൾ മുത്തല്ലഖത്തായി തലാഖ് ചെല്ലപ്പെട്ട് കടലുണ്ടിയിലുണ്ട്. മറ്റൊന്ന്, എന്റെ ഉസ്താദ് കുറ്റിപ്പുറത്ത് ദർസ് നിർത്തിയിട്ട് ജോലിയില്ലാതെ കുറ്റിപ്പുറത്ത് എന്റെ ഉസ്താദ് ഉണ്ട്. ഇവ 2 പേരുടെയും വിഷയത്തിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഹാരായ കുഞ്ഞിക്കോയത്തങ്ങൾ കുറ്റിപ്പുറത്ത് ഉപ്പയെ കാണാൻ വേണ്ടി വരുമ്പോ ഞാൻ ഓർക്കുകയാണ്, സമ്മതം കിട്ടിയെങ്കിലേ അകത്തേക്ക് കടക്കൂ. ഞാൻ അന്ന് ചെറുതാണ്. പലപ്പോഴും വീട്ടിൽ വന്ന് പിന്നിലേക്ക് കൈവച്ചുകൊണ്ട് അവർക്കുള്ളൊരു നൃത്തമുണ്ട്. അതിങ്ങനെ കണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. എനിക്ക് സമ്മതം കൊടുക്കാനൊന്നും അറിയാത്തതിന്റെ പേരിൽ ഞാൻ അവിടെ തന്നെ നിന്നപ്പോ
എന്നോട് പറഞ്ഞു, നിങ്ങൾ അകത്തോട്ട് കടക്കാൻ പറഞ്ഞല്ലാതെ എനിക്കങ്ങനെ കടക്കാൻ സാധിക്കും. അപ്പോഴാണ് എനിക്കതിന്റെ മാന മനസ്സിലായത്. അങ്ങനെ ആദരവും ബഹുമാനവും ഉള്ളവരായിരുന്നു അവർ. കവ്വായിക്കാർ ഈ രണ്ട് കാര്യവും ഏറ്റെടുത്തു. അത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഉലമാക്കളെ, ഉസ്താദുമാരെ, നിങ്ങൾ അറിയുമോ, മഹാന്മാര് പറഞ്ഞു, ഇൽമിൽ ബർക്കത്തുണ്ടാകാൻ 5 കാര്യങ്ങളുണ്ട്. ഇൽമിൽ ബർക്കത്തുണ്ടാകാൻ 5 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് ഉസ്താദിനെ ബഹുമാനിക്കലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെയുള്ള താജുൽ ഉലമ അടക്കമുള്ള, സുൽത്താനുൽ ഉലമ അടക്കമുള്ള, റയീസുൽ ഉലമ അടക്കമുള്ള എല്ലാവരും പ്രിയപ്പെട്ടവരെ, ഉസ്താദുമാരെ അങ്ങേ അറ്റം ബഹുമാനിക്കുന്നവരാണ്, വല്ലാതെ ബഹുമാനിക്കുന്നവരാണ്. മഹാനായ കുഞ്ഞിക്കോയ തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. താജുൽ ഉലമ കണ്ണിയത്ത് റഹ്മഹുല്ലാഹ് ദീർഘകാലം അങ്ങനെ മാസാന്തം അവിടത്തേക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. ആരും അറിയാതെ ചെയ്തു കൊടുത്തിരുന്നു. ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാൽ, ഉപ്പ അവിടെ മുദരിസായത് കൊണ്ട്, മംഗലാപുരത്ത് മുദരിസായത് കൊണ്ട് അറിഞ്ഞതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മഹാനായ താജുൽ ഉലമ ഇവിടെന്ന് ഓതിപ്പടിച്ച് അങ്ങനെ കരിവന്തിരുത്തിയില്ലെന്ന് പിന്നെ താജുൽ ഉലമ പോകുന്ന എവിടേക്കാണെന്നറിയോ? കളരാന്തിരിയിലേക്കാണ് പോകുന്നത്. കളരാന്തിരിയിൽ മുദരിസാരാണ്. നേരത്തെ ഷുക്കൂർ ഇർഫാനി ഇവിടെ സംസാരിച്ചു. ആ ഷുക്കൂർ ഇർഫാനിയുടെ വല്ലിപ്പ മഹാനായ കോടമ്പഴ വാവുസ്താദിന്റെ ഉപ്പ, അവരാണ് അവിടെ മുദരിസ്. അവിടെ നിന്നാണ് പിന്നെ താജുൽ ഉലമ ഓതുന്നത്. അവിടെ 1.5 മാസം അവിടെ താമസിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ചെറിയത് മുസ്ലിയാരടുത്തേക്ക് പോയി. എന്നിട്ട് മഹാനായ താജുൽ ഉലമ പിന്നീട് പോകുന്നത് പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. സുന്നത്ത് ജമാഅത്തിന് അക്കാലഘട്ടത്തിൽ മഹാനായ പതി ഉസ്താദിന് ശേഷം മഹാനായ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർക്ക് ശേഷം, പതി ഉസ്താദിന്റെ തൊട്ടു മുമ്പ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ ശേഷം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അന്ന് ഖണ്ഡന പ്രസംഗം നടത്തിയിരുന്ന ആളാണ് പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ സെക്രട്ടറി ആണെന്നാണ് എന്റെ ഓർമ്മ. മഹാനായ പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരടുത്തേക്ക് പറമ്പത്തേക്ക് ദർസിൽ ഓതാനാണ് പിന്നെ താജുൽ ഉലമ പോകുന്നത്. പറമ്പത്ത് പോയി അവിടെ ഓതുമ്പോഴും മഹാനായ താജുൽ ഉലമയുടെ ദാഹം തീരുന്നില്ല. കാരണം പറവണ്ണ പലയിടത്തേക്കും ഖണ്ഡന പ്രസംഗത്തിന് പോകുമ്പോ ഈ പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരാണ് നമ്മുടെ നാട്ടിലേക്ക് മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ കൊണ്ടുവന്നത്. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഓച്ചിറക്കാരനാണ്. ആ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഓച്ചിറയിൽ പോയി ഓതിപ്പടിച്ചത് ഈ വാഴക്കാട് മുഹമ്മദ് മുസ്ലിയാർ. അവർ ഓച്ചിറയിൽ പോയി ദർസ് നടത്തി. അവിടെ ഓച്ചിറയിൽ ചെന്നാൽ ഒരു ഭാഗത്ത് പതി ഉസ്താദിന്റെ ഖബർ കാണാം, മറുഭാഗത്ത് ഉച്ചിറ ഉസ്താദിന്റെ ഖബർ കാണാം. ഉച്ചിറ ഉസ്താദ് വാഴക്കാട്ടുകാരനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതാണ്. അവിടെ നിന്ന് മഹാനായ പതി ഉസ്താദ് 29ാമത്തെ വയസ്സിലാണ് മലബാറിലേക്ക് വരുന്നത്. ആ മുഹീദ്ദീൻ മാല സത്യസമ്പൂർണമാണ് എന്ന് മഹാനായ പതി ഉസ്താദ് മഹാനവറുകൾ നെടിയിരിപ്പിൽ വെച്ചാണ് സമർത്ഥിച്ചത്. ഈ ഉള്ളവൻ ഇപ്പൊ ഖിദ്മത്ത് ചെയ്യുന്ന ആ സ്ഥലത്തുള്ള നെടിയിരിപ്പിൽ വെച്ചാണ് മഹാനായ പതി ഉസ്താദ് മുഹീദ്ദീൻ മാല സത്യസമ്പൂർണമാണെന്ന് സ്ഥാപിക്കുന്നു. അവിടെ മറുഭാഗത്തുള്ളത് എടവണ്ണ അലവി മൗലവിയാണ്. എടവണ്ണ അലവി മൗലവിയുടെ വാദഗതികൾ അതാ മുഹീദ്ദീൻ മാലയുടെ ഓരോ വരികളും എടുത്തിട്ട് പതി ഉസ്താദ് ആയത്തോതി സമർത്ഥിക്കുകയാണ്. 29ാമത്തെ വയസ്സിൽ പതി ഉസ്താദ് മലബാറിലേക്ക് വരുന്നത് പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ കൊണ്ടുവന്നതാണ്. പറവണ്ണക്ക് ഒറ്റക്ക് ഇവിടെ പടയോട്ടം നടത്താൻ പ്രയാസമായപ്പോൾ പറവണ്ണയുടെ എഴുത്തുമായി ആ നെടിയിരുപ്പുകാരായ 2 ആൾക്കാർ ഓച്ചിറയിലേക്ക് പോയിട്ട് പതി ഉസ്താദിനെ അവിടുത്തെ ഉസ്താദിന്റെ സമ്മതപ്രകാരം കൊണ്ടുവരുമ്പോ മുതഅല്ലിമീങ്ങളെ പതി ഉസ്താദ് അൽഫിയായും ഫത്ഹുൽ മുഈനും മാത്രമേ ഓതിയിട്ടുള്ളൂ. ഈ 2 കിതാബുകൾ അഥവാ അതിന്റെ താഴെയുള്ള കിതാബുകൾ, മറ്റ് കിതാബുകൾ ജമ്മുൽ ജവാമി കണ്ടിട്ടില്ല, തുഹ്ഫത്തുൽ മുഹ്താജ് കണ്ടിട്ടില്ല. ഈ രൂപത്തിൽ ആ കുറഞ്ഞ കിതാബുകൾ മാത്രം. പക്ഷേ അവിടുത്തെ ഉസ്താദ് ഓച്ചിറ ഉസ്താദ് അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട മഹാനരായിരുന്നു അവർ പറഞ്ഞു, അബ്ദുൽ ഖാദിർ നീ മലബാറിലേക്ക് പോകണം.
അബ്ദുൽ ഖാദിർ മലബാറിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഗണ്ണന പ്രസംഗത്തിന് 10 കൊല്ലം പതി ഉസ്താദ് മലബാറിലൂടെ ഓടി നടന്നിട്ടുണ്ട്. 10 കൊല്ലം അവിടുത്തെ 39ാമത്തെ വയസ്സിൽ കോഴിക്കോട് റങ്കൂൺ ലോഡ്ജിൽ വെച്ചാണ് പതി ഉസ്താദ് വഫാത്താകുന്നത്. അവിടെ വെച്ചാണ് വഫാത്താകുന്നത്. നെടിയിരുപ്പിൽ വെച്ച് അല്ലാഹ് അല്ലാഹ് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളൊരു തർക്കം നടക്കുകയുണ്ടായി. അതിന്റെ റിപ്പോർട്ടുകളൊക്കെ അന്നത്തെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹ് എന്നാണോ പറയേണ്ടത്, അല്ലാഹ് എന്നാണോ പറയേണ്ടത് എന്നൊരു തർക്കം നടന്നിട്ടുണ്ട്. ആ സമയത്ത് നെടിയിരുപ്പുകാര് പറയുന്നുണ്ട്, ഒരു കിതാബ് പോലും പതിയുടെ കയ്യിലില്ല. മറുപക്ഷത്തുള്ള ആലിമീങ്ങൾ ലോറിയിൽ കിതാബ് കൊണ്ടുവന്ന് നോക്കുമ്പോ അവിടെയുള്ള ഒരു ആലിമ് പറഞ്ഞു, അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവര് ലോറിയിലാണല്ലോ കിതാബ് കൊണ്ടുവരുന്നത്, നിങ്ങളെ കയ്യിൽ ഒരു കിതാബില്ലല്ലോ. ഒരു കിതാബും പതി ഉസ്താദിന്റെ കയ്യിൽ ഉണ്ടാവൂല, ഒരു കിതാബും ഉണ്ടാവുകയില്ല. ഗണ്ണന പ്രസംഗത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് മാദിഹുർ റസൂൽ തിരൂരങ്ങാട് വാപ്പു ഉസ്താദ് പറയാറുണ്ട്. വാപ്പു ഉസ്താദ് പതി ഉസ്താദിന് ഖിദ്മത്ത് ചെയ്ത ആളാണ്. അവര് പറയാറുണ്ട്, പതി ഉസ്താദ് സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോ ദൂരെ നിൽക്കുന്ന ആൾക്കാർ അറിയാതെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് പ്രസംഗമാകും അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഓല അറിഞ്ഞിട്ടുണ്ടാവില്ല മുന്നിലെത്തിയത്. അത്രക്ക് പ്രസംഗത്തിൽ വലിയ ആകർഷണീയതയുള്ള ആളായിരുന്നു. ഇഖ്ലാസിന്റെ അങ്ങേയറ്റമായിരുന്നു. വഹാബികൾ പതി ഉസ്താദിനെ കൊണ്ട് തോറ്റുപോയില്ലേ? ചാലിയത്തുള്ള ഒരു പ്രധാനപ്പെട്ട ആളുടെ വാഹനം അല്ലെങ്കിൽ കൊട്ടപ്പുറത്തുള്ള ഒരാളുടെ പ്രധാനപ്പെട്ട വാഹനം വന്ന മലപ്പുറം ജില്ലയിൽ ഒരേ ഒരു കാറേ ഉള്ളൂ. ഒരൊറ്റ അംബാസഡർ കാർ മാത്രമേ മലപ്പുറം ജില്ലയിലുള്ളൂ. ആ കാറിന്റെ മുകളിൽ മൈക്ക് കെട്ടിയിട്ട് എടവണ്ണ അലവി മൗലവി പ്രസംഗിച്ച് നിർത്തുന്ന അവസരത്തിൽ ആരടാ വഹാബ്, ആരടാ വഹാബ്, എവിടെടാ അവൻ എവിടെടാ? ഞാൻ മറുപടി പറയുന്നു, തീപ്പെട്ടിമ്മ നോക്കി ഇംഗ്ലീഷ് പഠിച്ചവനല്ലടാ നീ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസംഗം നിർത്തുമ്പോ അവിടെ വെച്ച് മറുപടി പറയുന്നു, ആരും വിളിക്കണ്ട, പതി ഉസ്താദ് അവിടെ എത്തും. 10 കൊല്ലമാണ് മലബാറിൽ പടയോട്ടം നടത്തിയത്. അവിടെ എത്തും മഹാനൗറുകൾ. എന്നിട്ട് അവർക്കെതിരെ പടവെട്ടിയ മഹാൻ പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരാണ് കൊണ്ടുവന്നത്. മുഹീദ്ദീൻ മാല സത്യസമ്പൂർണമാണെന്ന് എടവണ്ണ അലവി മൗലവിക്ക് സമ്മതിക്കേണ്ടി വന്നു. മുസ്ലിയാര് പറയുന്നത് പോലെയാണെങ്കിൽ മുഹീദ്ദീൻ മാല സത്യസമ്പൂർണമാണെന്ന് അലവി മൗലവി പരസ്യമായി അവിടെ നിന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ലോഡ് കണക്കിന് കിതാബ് കൊണ്ടുവരികയാണ്. ആ സമയത്ത് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ആ പതി ഉസ്താദിന്റെ പടയോട്ടം നടന്ന സ്ഥലത്താണ് ഇപ്പൊ ഞാനുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇത്ര വിശദമായി പറയുന്നത്. അവര് പറഞ്ഞു, മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു, അവർ ഒരുപാട് കിതാബ് കൊണ്ടുവരുന്നുണ്ടല്ലോ. 2 വട്ടം പറഞ്ഞു. 3ാമത്തെ വട്ടം പറഞ്ഞപ്പോ എന്താടാ എനിക്ക് മൂലക്കുരുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ അവർക്ക് മൂലക്കുരു മാറിയിട്ടില്ല. പതി ഉസ്താദ് ഒരു കിതാബും വേണ്ട. അൽഫീം ഫത്തുഹുൽ മുഈൻ ഓതിയ പതി ഉസ്താദ് തുഹ്ഫന്റെ ഇബാറത്ത് ഇങ്ങനെ വായിക്കുന്നത് ഞെട്ടിപ്പോകും. ജമ്മുൽ ജവാമി കാണാത്ത പതി ഉസ്താദ് ജമ്മുൽ ജവാമിന്റെ ഇബാറത്ത് വായിക്കുകയാണ്. മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം. എന്റെ മുതഅല്ലിമീങ്ങളെ, മൻ അമില ബിമാ അലിമ, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്താൽ അല്ലമഹുല്ലാഹു മാ ലം യഅലം. മഹാനായ താജുൽ ഉലമ തളിപ്പറമ്പിൽ ശംസുൽ ഉലമയുടെ അടുത്ത് ഓതുകയാണ്. ശംസുൽ ഉലമ ആ മഹാനവറുകൾ വെല്ലൂർ ബാഖിയാത്തുസ് സാലിഹാത്തിൽ 1940 ബാഖിയാത്തുസ് സാലിഹാത്തിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സായി ശംസുൽ ഉലമ ഇക്കെ ഉസ്താദ് ബാഫഖി തങ്ങൾ മെമ്മോറിയലുള്ള യതീംഖാനയിൽ വന്നു. ഇവിടെ ഒരു പരിപാടിക്ക് ഫംഗ്ഷന് വേണ്ടി വന്നു. ആ സമയത്ത് താജുൽ ഉലമ ഇവിടെ ഒഴിച്ചില്ല. അവിടത്തേക്ക് ഊരക്ക് വേദന വന്ന്, ഊരക്ക് അസുഖം വന്ന് താജുൽ ഉലമ ഈ കരുവന്തിരുത്തി വീട്ടിൽ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് ഈ ഉള്ളവൻ ഈ പള്ളിയിലുണ്ട്. മഹാനായ എ പി ഉസ്താദ് അടക്കമുള്ള പല ആളുകളും താജുൽ ഉലമയെ കാണാൻ വേണ്ടി വന്നപ്പോ നിസ്കരിക്കാൻ വേണ്ടി പാടത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ മഹാനായ എ പി ഉസ്താദും മഹാനായ ഇവിടെ ഇപ്പൊ ഇറങ്ങിപ്പോയ ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങളും അവിടുത്തെ അനുജൻ കുഞ്ചത്തങ്ങളും അവര് 2 പേരുടെയും ഉപ്പയായ സയ്യിദ് ഫضل ജമലുല്ലൈലി തങ്ങൾ നല്ല 2 പല്ലുകൾ സ്വർണത്തിന്റെ പല്ല് വെച്ചിട്ടുണ്ട് മഹാനവറുകൾ. അവരും എ പി ഉസ്താദും വേറെ മഹാനായ സയ്യിദ് അലി ബാഫഖി തങ്ങളും എല്ലാം കൂടി അസർ നിസ്കാരത്തിന്റെ സമയത്ത് പാടത്ത് വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ ഇറങ്ങി വന്ന് സംസാരിക്കുമ്പോ ഉസ്താദിനോട് പറഞ്ഞു, രൂക്ഷമായ സമയം. ഉസ്താദ് പറഞ്ഞു, വേഗം മേലേക്ക് കയറി പോയിക്കോളി.
എന്നോട് സംസാരിച്ചിട്ട് നിങ്ങളെ പുറത്താക്കണ്ട, എന്നോട് സംസാരിച്ചിട്ട് പുറത്താക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എന്താ ചെയ്യുക, മേലേക്ക് കയറിപ്പോയി. അസറിന് ഇഖാമത്ത് കൊടുത്തിട്ടപ്പോ സെഫിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ AP ഉസ്താദിനെ കാണുന്നില്ല. അപ്പൊ ഉസ്താദ് വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും വന്ന് പള്ളിക്ക് ചെരുവുണ്ട്. AP ഉസ്താദ് തെക്കേ ചെരുവിൽ അവിടെ പോയി നിൽക്കുക. ഇഖാമത്ത് കൊടുത്ത് ഞാൻ മെഹ്റാബിലേക്ക് കടന്നപ്പോഴേ ഉസ്താദ് വന്നുള്ളൂ. ഇനി ഉസ്താദിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ വേണ്ട, അത്രക്ക് സൂക്ഷിക്കുന്ന ആളാണ് ഉസ്താദ്, അത്രക്ക് സൂക്ഷിക്കുന്ന ആളാണ്. ആ സമയത്താണ് ഇവിടെ ഉള്ളത്. ആ സമയത്തും താജുൽ ഉലമയോട് ഈ നാട്ടുകാർ വല്ലാത്ത ബഹുമാനം കാണിച്ചു. താജുൽ ഉലമന്റെ റബീഉൽ അവ്വൽ സദസ്സിൽ നാട്ടുകാർ പങ്കെടുക്കും. വിച്ചാവ ഹാജി, മണലുടി വിച്ചാവ ഹാജി അടക്കമുള്ള കുഞ്ഞിപ്പോക്കർ കുട്ടി ഹാജി അന്ന് മഹല്ല് പ്രസിഡന്റാണ്. വിച്ചാവ ഹാജി യതീംഖാനയുടെ പ്രസിഡന്റാണ്. വിച്ചാവ ഹാജി തന്നെയാണ് എന്നോട് പറഞ്ഞത്, മഹാനായ ശംസുൽ ഉലമ വന്നു, പിളർപ്പിന്റെ രൂക്ഷമായ സമയമാണത്. ആ സമയത്ത് യതീംഖാനയിൽ ഒരു പരിപാടിക്ക് വന്നിട്ട് വിച്ചാവ ഹാജിനോട് പറഞ്ഞു, തങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. തങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട്, ചികിത്സക്ക് വന്നതാണ്, തങ്ങൾ ഇവിടെയുണ്ട്. എനിക്കിപ്പം അങ്ങോട്ട് വരാൻ നേരമില്ലാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് എൻ്റെ സലാം പറയണം, തങ്ങൾക്ക് എൻ്റെ സലാം പറയണം. എനിക്കിപ്പം അങ്ങോട്ട് വരാൻ നേരമില്ലാത്തത് കൊണ്ടാണ് ശംസുൽ ഉലമ പറഞ്ഞയച്ചത്. ഹാജി എന്നോട് പറഞ്ഞതാണ്. അവർക്കൊക്കെ അങ്ങനെയാണ്, ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നിരിക്കാം, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നടക്കണ്ടേ, അവര് തമ്മിലൊക്കെ അങ്ങനെയാണ് ബന്ധം. താജുൽ ഉലമ അങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം പറയാനുണ്ട് അവിടത്തെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത്, പറവണ്ണയിൽ നിന്ന് അവർ ഇങ്ങനെ പലയിടത്തും ഖണ്ഡനത്തിന് പോകുമ്പോ അവിടെ നിന്നും മഹാനായ താജുൽ ഉലമക്ക് വേണ്ട പോലെ ദാഹം തീർന്നില്ല. പ്രിയപ്പെട്ടവരെ, 28ാമത്തെ വയസ്സിൽ ബാഖിയാത്തിലേക്ക് പോകുമ്പോ 16ാമത്തെ വയസ്സിൽ തങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നു. 16ാമത്തെ വയസ്സിൽ ഈ തങ്ങൾ ഉപ്പാപ്പാന്റെ അമ്മായിനെ കല്യാണം കഴിച്ചിരിക്കുന്നു. 16ാമത്തെ വയസ്സ്, അതും വലിയ സംഭവമാണ്. തങ്ങൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ രസത്തോടുകൂടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. വലിയ സന്തോഷമുള്ള സമയത്ത് കൊച്ചുകുട്ടിയെ പോലെ എല്ലാ കാര്യങ്ങളും പറയും. നിങ്ങൾ അറിയുമോ, ആ പള്ളിയിൽ, പാടത്ത് ജമാഅത്ത് പള്ളിയുടെ മുകളിലേക്ക് താജുൽ ഉലമ ഒരിക്കൽ കയറി വന്നു. ഞാൻ അവിടെ ഉണ്ട്. ഞാനൊരു ചെറിയ അവിടുത്തെ ശിഷ്യന്മാരുടെ ശിഷ്യനാകാൻ പോലും കഴിവില്ലാത്ത എന്റെ റൂമിലേക്ക് താജുൽ ഉലമ കയറി വന്നു. അന്ന് ഒരു കള്ളിത്തുണി എടുത്തിട്ടാണുള്ളത്. കള്ളിത്തുണിയും കുപ്പായം ഇട്ടിട്ട് കേടി വന്നിട്ട് പറഞ്ഞു, ഞാൻ മുദരിസിന്റെ റൂം കണ്ടിട്ടില്ല, ഞാൻ മുദരിസിന്റെ റൂം കണ്ടിട്ടില്ല. കാരണം മുദരിസിന്റെ ഇത് പുതിയ റൂമാണ്, പഴയ റൂം എടുപ്പു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതൊക്കെ ഇപ്പൊ പൊളിച്ചുപോയി. അവിടെയായിരുന്നു മുദരിസുമാര് താമസിച്ചിരുന്നത്, എന്റെ ഉസ്താദൊക്കെ അവിടെയായിരുന്നു. പുതിയ റൂം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ വന്ന് കട്ടുമ്മല ഇരുന്നിട്ട് താജുൽ ഉലമ സുദീർഘമായി സംസാരിച്ചു. എന്തൊരു സ്നേഹമായിരുന്നെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഈ നാട്ടുകാർ അവരോടും അവിടുത്തെ കുടുംബത്തോടും വലിയ ആദരവ് കാണിച്ചിരുന്നു. പ്രസ്ഥാനികമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ നാട്ടിന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കണം. വലിയ സദാത്യങ്ങളെ സംഭാവന ചെയ്ത നാടാണ് കരുവന്തിരുത്തി. വലിയ ആലിമീങ്ങളെ സംഭാവന ചെയ്ത നാടാണ് കരുവന്തിരുത്തി. ഉലമാക്കളോടും സയ്യിദന്മാരോടും എക്കാലഘട്ടത്തിലും താജുൽ ഉലമ, ആ ജുമുഅത്ത് പള്ളിന്റെ അവിടെ നിന്ന് താജുൽ ഉലമ ഇവിടത്തേക്ക് എത്തിയത് എങ്ങനെയാണ്? അതും ഈ നാട്ടുകാരിൽ നിന്ന് വന്നതാണ്. നാട്ടുകാർ താജുൽ ഉലമ ഇവിടെ നിന്ന് നാട് വിട്ടു പോകാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം തങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല. തങ്ങൾ കരുവന്തിരുത്തി വിട്ടു പോകാൻ പാടില്ല. തങ്ങൾ ഇവിടെ തന്നെ താമസിക്കണമെന്ന് ഇവര് തീരുമാനിച്ചു. അങ്ങനെയാ തങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾ അറിയുമോ, പറവണ്ണയിൽ നിന്ന് പിന്നീട് താജുൽ ഉലമ വരുന്നത് മഹാനായ വെളിമുക്ക് അവറാൻ മുസ്ലിയാർ. മഹാനായ വെളിമുക്ക് അവറാൻ മുസ്ലിയാർ 35 കൊല്ലം കാസർഗോഡ് തളങ്കരയിൽ ഖാദിയ. 35 കൊല്ലം കാസർഗോഡ് തളങ്കരയിൽ ഖാദിയാകാൻ കഴിയണമെങ്കിൽ അതൊരു വല്ലാത്ത പവറാണ്, വല്ലാത്ത പവറാണ്. മഹാനായ അവറാ മുസ്ലിയാർ ഫറൂഖിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഈ കാണുന്ന റോട്ടുമ്മലൂടെയാണ് കരുവന്തിരുത്തി വലിയ ജുമുഅത്ത് പള്ളിയിലേക്ക് നടന്നു പോകാറുള്ളത്. കണ്ടാൽ പേടിപ്പെരുത്തുന്ന രൂപമാ. നല്ല താടി, ഒരു കണ്ണട വെച്ചിട്ട് ആ കണ്ണടന്റെ മുകളിൽ പിന്നെ കൂളിംഗ് ഗ്ലാസ് കണ്ണട ഒന്നും കൂടി വെക്കും. 2 കണ്ണടയും വെച്ച് പ്രിയപ്പെട്ടവരെ നടന്നു പോകുന്നത് കണ്ടാൽ അവറാ മുസ്ലിയാരെ പറ്റി വെളിമുക്കുകാർ തന്നെ പറയല് പോക്കിരി അവറാൻ എന്നാ പറയല്. അത്രക്കും വലിയ ധീരനായ മനുഷ്യനാണ് അവറാ മുസ്ലിയാർ. ആ അവറാ മുസ്ലിയാരെടുത്താണ് മഹാനായ താജുൽ ഉലമ പിന്നീട് കിതാബ് ഓതി പഠിച്ചത്. ആ ബന്ധം
മരിക്കോളം മഹാനായ താജുൽ ഉലമ നിലനിർത്തിയിട്ടുണ്ട്. അബ്രഹാം മുസ്ലിയാർ കാസർഗോഡ് ഖാദിയായി പോയപ്പോ മഹാനായ അബ്രഹാം മുസ്ലിയാർ കാസർഗോഡ് ഖാദിയായി പോയപ്പോ താജുൽ ഉലമ ഇത്ര വർഷം ഏകദേശം 18ഓളം വർഷങ്ങൾ 10ലധികം ദർസിൽ പോയി താജുൽ ഉലമ. നിങ്ങൾ നോക്കണം, 10ലധികം ദർസിൽ പോയി താജുൽ ഉലമ. ഈ കാലയളവിൽ പിന്നീട് അബ്രഹാം മുസ്ലിയാർ അങ്ങോട്ട് പോയപ്പോ വീണ്ടും പറവണ്ണ ഉസ്താദ് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അടുത്തേക്ക് ഓതാൻ വേണ്ടി പോയപ്പോ പറവണ്ണ അന്ന് പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിൽ മുദരിസാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ താജുൽ ഉലമ എത്തിയപ്പോ പറവണ്ണ പറഞ്ഞു, നിങ്ങൾക്ക് തങ്ങൾക്ക് ഓതിത്തരാൻ നല്ലത് പറമ്പത്ത് ഇപ്പൊ ദർസ് നടത്തുന്നുണ്ട്. പറമ്പത്ത് മുമ്പ് പറവണ്ണ ദർസ് നടത്തിയപ്പോഴാണ് താജുൽ ഉലമ അവിടെ ഓതിയത്. കോഴിക്കോട് ജില്ലയിൽപ്പെട്ട പറമ്പത്ത് അവിടെ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവിടെയുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് പറമ്പത്തേക്ക് പറഞ്ഞയച്ചത് പറവണ്ണയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്ന് മഹാനായ താജുൽ ഉലമ 3.5 കൊല്ലം ഓതുകയാണ്. 3.5 കൊല്ലം താജുൽ ഉലമ എപ്പോഴും പറയും, എന്റെ ഓത്ത് 3.5 കൊല്ലമാണ്. ഈ 10-18 കൊല്ലം ഓതിയ താജുൽ ഉലമ എപ്പോഴും പറയും, എന്റെ ഓത്ത് 3.5 കൊല്ലമാണ്. അവിടെ നിന്ന് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദുമായി വല്ലാത്ത ബന്ധം സ്ഥാപിച്ചു. നേരത്തെ ഇവിടെ ബാദ്ഷാ സഖാഫി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞില്ലേ, അവിടെ നിന്ന് 60ാം വാർഷികത്തിൽ ബാദ്ഷാ സഖാഫി ഉള്ളതുപോലെ തന്നെ ഈ ഉള്ളവനും കോഴിക്കോട് ടൗൺ ഹാളിന്റെ ഒരു മൂലക്കൽ അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ആ ബഹത്തിന്റെ ഒരു മൂലക്കൽ ഞാനുണ്ടായിരുന്നു. ഡോക്ടർ വഹബ് സുഹൈലി അദ്ദേഹമായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ അതിഥി. അദ്ദേഹത്തിന്റെ സംസാരവും മറ്റുമൊക്കെ 60ാം വാർഷികത്തിൽ വീക്ഷിക്കാൻ ഞാനും അന്ന് മുതഅല്ലിമായിരുന്നു. ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മഹാനായ AP ഉസ്താദിന്റെ സ്വാഗത ഭാഷണങ്ങളൊക്കെ തക്ബീർ ചൊല്ലി സ്വീകരിച്ച കൂട്ടത്തിൽ ഈ ഉള്ളവനും ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉലമാക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാ. മഹാനായ തങ്ങളവരുടെ ദുആ ഇവിടെ നടക്കാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താജുൽ ഉലമയെ പറ്റി അവിടുത്തെ നാട്ടിൽ നിന്ന് തന്നെ പറയുമ്പോൾ വളരെ കൂടുതൽ നമുക്ക് താജുൽ ഉലമയെ അനുസ്മരിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരൊറ്റ ജുമഅയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ പാടത്ത് നിന്ന് നോക്കിയാൽ ഇവിടൊക്കെ പാടമായിരുന്നു. ഞാനൊക്കെ ഇവിടെ ഖാദിമാകുമ്പോൾ ഇവിടൊക്കെ പാടമായിരുന്നു. ജുമഅത്ത് പള്ളിയിൽ നിന്ന് നോക്കിയാൽ ഈ യതീംഖാന കാണുമായിരുന്നു. അത്രക്കും വിശാലമായിരുന്നു. അതിന്റെയും മുമ്പ് ഇവിടെ നിന്ന് നോക്കിയാൽ ഫറൂഖ് കാണുമായിരുന്നു. അങ്ങനെ നിരന്ന പാടമായത് കൊണ്ടാണ് മടത്തിൽ പാടമെന്ന് ഈ പ്രദേശത്തേക്ക് പേര് വന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കണ്ണിയത്തിന്റെ അടുത്ത് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ 3.5 കൊല്ലം ഓതിയിട്ട് അവിടുത്തെ മുഴുവൻ തഹ്ഖീഖാത്തുകളും മനസ്സിലാക്കിയിട്ട് താജുൽ ഉലമ പലപ്പോഴും പറയാറുണ്ട്, എല്ലാ ഇജാസത്തുകളും എനിക്ക് തന്നു. നിസ്കാരത്തിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എന്നോട് 3 വട്ടം അത് പറഞ്ഞിട്ട് ആമന്തു ബില്ലാഹി വറസൂലിഹി ആമന്തു ബില്ലാഹി വറസൂലിഹി ആമന്തു ബില്ലാഹി വറസൂലിഹി. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നമ്മുടെ ഉലമാക്കൾ ശരീഅത്തും അതേപോലെ തന്നെ തരീഖത്തും അതേപോലെ തന്നെ ഹഖീഖത്തും ഇത് 3ലും കഴിവുള്ളവരാണ്. അതേ വഖദത് തരീഖത്തു വൽ ഹഖീഖത്തു യാ അഖീ മിൻ ഗൈരി ഫിഅലി ശരീഅത്തിൻ ലൻ തഹ്സുലാ. മഹാനായ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഹിദായത്തുൽ അദ്കിയയിൽ സൈനുദ്ദീൻ അൽ ഖവാഫി ഉണ്ടാക്കിയ റിസാലത്തുൽ ഖുദ്സിയ, ആ റിസാലത്തുൽ ഖുദ്സിയിൽ നിന്നാണ് മഹാനായ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അദ്കിയ ഉണ്ടാക്കിയത്. ആ അദ്കിയയിൽ പറഞ്ഞു, എന്റെ സഹോദരാ, തരീഖത്തും ഹഖീഖത്തും കിട്ടണമെങ്കിൽ വഖദത് തരീഖത്തു വൽ ഹഖീഖത്തു യാ അഖീ മിൻ ഗൈരി ഫിഅലി ശരീഅത്തിൻ ലൻ തഹ്സുലാ. ശരീഅത്തില്ലാതെ, ശരീഅത്തിനെ പറ്റി മനസ്സിലാക്കാതെ തരീഖത്തും ഹഖീഖത്തും കിട്ടൂല മോനെ. അത് നീ മനസ്സിലാക്കണ്ട. തരീഖത്തും ഹഖീഖത്തും കിട്ടണമെങ്കിൽ ശരീഅത്ത് വേണം. ശരീഅത്തിന്റെ അഹ്കാമുകൾ ശരിക്ക് ഒരു ഉസ്താദിന്റെ പക്കൽ നിന്ന് മനസ്സിലാക്കിയവരാണ്. എന്നിട്ട് തരീഖത്തും ഹഖീഖത്തും സ്വീകരിച്ചവരാണ് മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ എല്ലാവരും. നിങ്ങൾ അറിയുമോ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അതാ
പ്രിയപ്പെട്ടവരെ, ചാവക്കാടടുത്ത് ഒരു വഅദിന് പോയി. അന്ന് വഅദ് കഴിഞ്ഞൊരു 3 മണി സമയത്ത് മഹാനായ എ.പി. ഉസ്താദ് മഹാനായ ഹിബത്തുല്ലാ തങ്ങളടുത്തേക്ക് പോവുകയാണ്. ഹിബത്തുല്ലാ തങ്ങൾ ഈ ബുഖാരി സദാത്തീങ്ങളുടെ ഉപ്പാപ്പ മഹ്മൂദ് ബിൻ അഹ്മദ് അൽ ബുഖാരി, ബുഖാരി സദാത്തീങ്ങൾ, ബുഖാരി എന്നുള്ള പേര് തുടങ്ങുന്നത് മഹ്മൂദ് ബിൻ അഹ്മദ് അൽ ബുഖാരിയിൽ നിന്നാണ്. ഹിജറ 405 അവിടുത്തെ 65-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ടവരെ ഖുറാസാനിലെ ഷർഹിൽ മരണപ്പെട്ടു പോയ മഹ്മൂദ് ബിൻ അഹ്മദ് അൽ ബുഖാരി. അതുകൊണ്ട് തന്നെ ധാരാളം സയ്യിദന്മാർക്ക് മഹ്മൂദ് എന്ന് പേര് കാണാം. ആ മഹ്മൂദ് ബിൻ അഹ്മദ് അൽ ബുഖാരിയുടെ 2 മക്കളുണ്ടായിരുന്നു. ആ 2 മക്കളിൽ ഒരാളെ പേര് മുഹമ്മദ് എന്നാണ്, മറ്റൊരാളെ പേര് ഹാമിദി എന്നാണ്. ആ ഹാമിദി എന്നുള്ള പേരും പിന്നീട് ബുഖാരി സാദാത്യങ്ങളിൽ കാണാം. ബുഖാരി സാദാത്യങ്ങൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ മഹാനായ മഹ്മൂദ് ബിൻ അഹ്മദ് അൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 13ാമത്തെ പൗത്രനാണ്, ഹുസൈനിയാണ് സൈനുൽ ആബിദീൻ തങ്ങൾ. അതേപോലെ തന്നെ മഹാനായ അലി മുസരി റളിയല്ലാഹു തആല തുടങ്ങിയ മഹാനരിലൂടെ റസൂലുള്ളാഹിന്റെ 13ാമത്തെ പൗത്രനാണ് മഹ്മൂദ് ബിൻ അഹ്മദ് അൽ ബുഖാരി. ആ മഹ്മൂദ് ബിൻ അഹ്മദ് അൽ ബുഖാരിയുടെ പ്രിയപ്പെട്ടവരെ 14ാമത്തെ പൗത്രനാണ് ഈ കേരളത്തിൽ ആദ്യമായി വന്ന സദാത്യങ്ങൾ ബുഖാരിക്കാരാണ്. ആ ബുഖാരിയുടെ ഉപ്പാപ്പയായ കേരളത്തിലെ ആദ്യത്തെ ആളായ ജലാലുദ്ദീൻ അൽ ബുഖാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 27ാമത്തെ പേരമകനാണ്. ആ ജലാലുദ്ദീൻ അൽ ബുഖാരി കണ്ണൂരിൽ വരുമ്പോ മഹാനായ സീദി ഇബ്രാഹിം എന്ന് പറയുന്ന ഖാദിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ജലാലുദ്ദീൻ ബുഖാരിയുടെ ഭാര്യ വഫാത്തായിട്ട് സീദി ഇബ്രാഹിം എന്നവരുടെ മകളെ കല്യാണം കഴിച്ചു. ആ സീദി ഇബ്രാഹിം എന്ന് പറയുന്നവരിൽ സയ്യിദ് ഇസ്മായിൽ ബുഖാരി ജനിച്ചു. ആ സയ്യിദ് ഇസ്മായിൽ ബുഖാരിക്ക് അഹ്മദ് അൽ ബുഖാരി ഉണ്ടായി. ആ അഹ്മദ് അൽ ബുഖാരിക്കും ഒരു സയ്യിദ് ഇസ്മായിൽ ബുഖാരി ഉണ്ടായി. സയ്യിദ് ഇസ്മായിൽ 2 ഉണ്ട്. സയ്യിദ് ഇസ്മായിൽ അക്ബറുമുണ്ട്, സയ്യിദ് ഇസ്മായിൽ അസ്ഗറുമുണ്ട്. ഈ അക്ബറും അസ്ഗറും മറപ്പെട്ട് കിടക്കുന്നത് കൊച്ചിയിലെ കൊച്ചങ്ങാടിയിലാണ്. ഈ 2 സയ്യിദന്മാരും മറപ്പെട്ട് കിടക്കുന്നത്. അതിൽ സയ്യിദ് ഇസ്മായിൽ ബുഖാരി എന്ന് പറയുന്ന അക്ബർ മഖ്ദൂം തങ്ങളുടെ ഉസ്താദാണ്, വലിയ മഖ്ദൂമിന്റെ ഉസ്താദാണ്. ഇതെല്ലാം ഫതാവൽ അസ്ഹരിയയിൽ മഹാനായ ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി ഫതാവൽ അസ്ഹരിയുടെ 251ാമത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതോടുകൂടെ തന്നെ മതാലിഉൽ ഹുദയിൽ മഹാനായ ഹിബത്തുല്ലാ തങ്ങൾ, ചാവക്കാട്ട് ഹിബത്തുല്ലാ തങ്ങളുടെ ഉപ്പ മഹാനായ കോയമത്തങ്ങൾ, ആ കോയമത്തങ്ങൾ എഴുതിയ മതാലിഉൽ ഹുദയിലും ബുഖാരി സദാത്യങ്ങളെ ചരിത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. മഹ്മൂദ് അൽ ബുഖാരി, ആ മഹ്മൂദ് അൽ ബുഖാരിയുടെ പേര് തന്നെയാണ് മഹാനായ ഹിബത്തുല്ലാ തങ്ങൾക്കും ഉപ്പ കോയമത്തങ്ങൾ ഇട്ടിരുന്നത്. ആ പേരാ മഹാനായ ഹിബത്തുല്ലാ തങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്. ഹിബത്തുല്ലാ തങ്ങളുടെ അടുത്ത് ചെന്നു എ.പി. ഉസ്താദ് ചെന്നു. 3 മണി ആ സമയം. ഇത് ഹിബത്തുല്ലാ തങ്ങൾ തന്നെ പറയുന്നത്. എന്നിട്ട് ഹിബത്തുല്ലാ തങ്ങളോട് എ.പി. ഉസ്താദ് പറയുന്നത് എന്താണെന്നറിയോ? അവിടുത്തെ ഉപ്പ കോയമ്മത്തങ്ങൾക്ക് ഒരുപാട് ഇജാസത്തുകളുണ്ട്. ആ ഇജാസത്തുകൾ മുഴുവനും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇജാസത്ത് മുഴുവൻ മുതഅല്ലിമീങ്ങളെ, ആ ഇജാസത്ത് മുഴുവനും എനിക്ക് തരണം. എ.പി. ഉസ്താദ് പറയാം, ആ ഇജാസത്തുകൾ മുഴുവനും തരണം. അപ്പൊ ഹിബത്തുല്ലാ തങ്ങൾ ചോദിച്ചു, അതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ സാധിക്കും? നിങ്ങൾ വഅദും ദർസൊക്കെ ആയിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കോ? അതിനൊക്കെ ഒരു വകുപ്പുണ്ടാവുമല്ലോ, അതിനൊക്കെ ഒരു വകുപ്പുണ്ടാവുമല്ലോ. എന്നിട്ട് ഹിബത്തുല്ലാ തങ്ങൾ പറഞ്ഞു, നല്ല വിളവനാണ്, നല്ല വിളവനാണ്. എന്നിട്ടൊരു പച്ച ഒല്ലിയിൽ 2 പേരും കൂടി മൂടിയിട്ട് മുഴുവൻ ഇജാസത്തുകളും കൊടുത്തു ഹിബത്തുല്ലാ തങ്ങൾ. എവിടെയാ നമ്മുടെ മശായിഖന്മാർക്ക്, എവിടെയാ, എന്താണ് നഷ്ടപ്പെട്ടത്? എന്റെ ഉപ്പ എപ്പോഴും പറയും, മഹാനായ ഓക്കെ ഉസ്താദ് വലിയില്ലെങ്കിൽ പിന്നെ ആരാണ് വലിയ? ഓക്കെ ഉസ്താദ് വലിയല്ലെങ്കിൽ പിന്നെ ആരാണ് വലിയ? പ്രിയപ്പെട്ടവരെ, ഈ കരുവന്തുരുത്തി വലിയ ജുമുഅത്ത് പള്ളിക്ക് ഒരു വഖഫായിട്ട് നല്ലൊരു ഭൂമി പരപ്പനങ്ങാടിക്കടുത്ത് പാലത്തിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു ഭൂമിയുണ്ട്. നല്ല മനോഹരമായ ഭൂമിയാ അത്. ഈ കരുവന്തിരുത്തി വലിയ ജുമുഅത്ത് പള്ളിക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയുള്ള ഭൂമിയാണ്. പരപ്പനങ്ങാടിക്കാരനായ ഒരാൾ അത് വഖഫ് ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു ഭൂമിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പിതാവിന്റെ അടുത്ത് മസ്അല ചോദിക്കാൻ പരപ്പനങ്ങാടിയിൽ വന്നപ്പോ മഹാനായ പിതാവ് പറഞ്ഞു, അതിന് മസ്അല പറയേണ്ടത് ഞാനല്ല,
അത് നിങ്ങളെ നാട്ടിൽ കരുവന്തിരുത്തി വലിയ ജുമാഅത്ത് പള്ളിയിൽ വെളിമുക്കുകാരൻ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ മുദരിസായിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി ചോദിച്ചോളൂ അതിന്റെ മസാല. ആ കരുവന്തിരുത്തിക്കാരായ ആൾക്കാർ പരപ്പനങ്ങാടിയിൽ നിന്ന് പിന്നെ വെളിമുക്ക് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ വലിയ ജുമാഅത്ത് പള്ളിയിൽ കരുവന്തിരുത്തി വലിയ ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തുന്ന മുഹമ്മദ് കുട്ടി മുസ്ലിയാർ അടുത്ത് വന്ന് മസാല ചോദിച്ചപ്പോ ഒളിമുക്ക് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞു, ഞാനല്ല ഇതിന് മറുപടി പറയേണ്ടത്. അപ്പുറത്ത് ചാലിയത്ത് ഓക്കെ ഉസ്താദ് ഉണ്ട്, അപ്പുറത്ത് ചാലിയത്ത് ഓക്കെ ഉസ്താദ് ഉണ്ട്. ഓക്കെ ഉസ്താദ് ഏന്തിൻകുട്ടി വരെയിരുന്നാണെന്ന് പറയാം, അവിടെ പോയി ചോദിച്ചോളൂ. ഇവര് പറയാണ്. ഇത് കരുവന്തിരുത്തിക്കാരൻ്റെ എന്നോട് പറയുന്നത്, ഞങ്ങളൊരു മസാല കിട്ടാൻ, ഒരു മസാലക്ക് ജവാബ് കിട്ടാൻ ഞങ്ങൾ പെട്ട പാട്. അങ്ങനെ പരപ്പനങ്ങാടി നിന്ന് കരുവന്തിരുത്തിക്ക് വന്നു, കരുവന്തിരുത്തിക്ക് ചാലിയത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോ ഓക്കെ ഉസ്താദ് ഉണ്ടോ മറുപടി പറയുന്നു. ഓക്കെ ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ മാമുട്ടിയിലുണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ തന്നെ പോയിക്കോളുന്നു. ഇതാണ് ഫത്വയിലേക്ക് എടുത്തു ചാടൂല, അത് മറ്റ് അർഹരായ ആളുകളിലേക്ക് പോകട്ടെ. ചൊക്ലി ഭാഗത്ത് മാഹി ഭാഗത്ത് നിന്ന് ആരെങ്കിലും മഹാനായ സദഖത്തുള്ള ഉസ്താദിന്റെ അടുത്തേക്ക് ഫത്വക്ക് ചെന്നാൽ ഫത്വ കൊടുക്കൂല. അവിടെ കുത്തുബി തങ്ങളുണ്ട്, അവിടെ കുത്തുബി തങ്ങളുണ്ട്, നിങ്ങൾ അവിടെ പോയി ചോദിച്ചോളൂ എന്നാണ് മറുപടി പറയാറുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ഹിബത്തുല്ലാ തങ്ങളുടെ ഉപ്പ കോയമത്തങ്ങൾ, ആ കോയമത്തങ്ങള് മതാലിഉൽ ഹുദയിൽ എഴുതി വച്ചിരിക്കുന്നു, എന്റെ ശൈഖ് ബാഖിയാത്തുസ് സാലിഹാത്തിന്റെ ഫൗണ്ടർ താജുൽ ഉലമ 2 കൊല്ലം ഓതി പഠിച്ച ബാഖിയാത്തുസ് സാലിഹാത്തിന്റെ ഫൗണ്ടർ, അതിന്റെ സ്ഥാപകൻ മഹാനായ ആയില ഹസ്രത്ത് എനിക്ക് തന്ന ഇജാസത്തുകളെ കൂട്ടത്തിൽ ആ ഇജാസത്ത് മുഴുവനും എ പി ഉസ്താദിന് കൊടുത്തു. അതിലുള്ള ഇജാസത്തിന്റെ കൂട്ടത്തിൽ മഹാനായ ബാനി ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് പറഞ്ഞിട്ടുണ്ട് 360 തവണ അല്ലാഹ് 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 എന്നുള്ള ദിക്ർ 360 തവണ ചൊല്ലണമെന്നും, ആ ചൊല്ലുന്ന അവസരത്തിൽ എന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലാഹു അല്ലാതെ സ്വന്തം നഫ്സിനെ പറ്റിയും ചിന്തയുണ്ടാകാൻ പാടില്ല. എത്രത്തോളം മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹ് എന്നുള്ള ജലാലത്തിന്റെ ഇസ്മ ഹൃദയത്തിൽ നഖ്ശാകണം, ഹൃദയത്തിൽ അത് വരക്കപ്പെടണം. അങ്ങനെ വരക്കപ്പെടുമ്പോ അത് ഏത് ലൗനിലായിരുന്നാലും നിറത്തിലായിരുന്നാലും കുഴപ്പമില്ല. ഇല്ല സവാദ്, കറുത്ത നിറത്തിലല്ലാതെ ഏത് നിറത്തിലുമാകാം. മതാലിഉൽ ഹുദ മറിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും, കയ്യെഴുത്ത് കൃതിയാണത്. അഅല ഹസ്രത്തിന്റെ വക്കൽ നിന്ന്, ബാഖിയാത്തുസ് സാലിഹാത്തിന്റെ ആ സ്ഥാപകന്റെ വക്കൽ നിന്ന് കോയമത്തങ്ങൾക്ക് കിട്ടിയ ഇജാസത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇജാസത്താണിത്. ഇങ്ങനെയുള്ള ഇജാസത്തുകൾ മുഴുവനും മഹാനായ സുൽത്താനുൽ ഉലമക്ക് അവിടുന്ന് മഹാനായ ഹിബത്തുല്ലാ തങ്ങൾ കൊടുത്തു. ആ ഹിബത്തുല്ലാ തങ്ങളുടെ പേര് മഹ്മൂദി എന്നായിരുന്നു. ഈ ബുഖാരി സദാത്താങ്ങളുടെ വലിയ ഉപ്പാപ്പയായ മഹ്മൂദുൽ ബുഖാരിയുടെ പേരായിരുന്നു. പക്ഷേ അഅല ഹസ്രത്താണ് ഹിബത്തുല്ലാ എന്ന് വിളിച്ചത്. ബാഖിയാത്തിന്റെ ഫൗണ്ടറാണ്. 3 വട്ടം ഹദാ ഹിബത്തുല്ലാ, ഹദാ ഹിബത്തുല്ലാ, ഹദാ ഹിബത്തുല്ലാ എന്ന് 3 വട്ടം വിളിച്ചത് മഹാനവറുകളാണ്. ഞാൻ നീട്ടിപ്പറയുകയല്ല, ഇവരെ പറ്റിയൊന്നും പറഞ്ഞാൽ ഒന്നും അവസാനിക്കൂല. ഇവരൊക്കെ വലിയ ബഹാറുകളാണ്. ബുഖാരി എന്നുള്ള പേരെങ്ങനെയാ വന്നതെന്നറിയോ നിങ്ങൾ? ബുഖാരി എന്നുള്ള പേരെങ്ങനെയാണെന്ന് വന്നതെന്നറിയോ? പലരും മനസ്സിലാക്കി ഇമാം ബുഖാരിയിലേക്ക് ചേർത്തുകൊണ്ടാണ്. ഇമാം ബുഖാരി സയ്യിദല്ല, ഇമാം ബുഖാരി സയ്യിദല്ല. ഇന്ന ബനി ഹദാ സയ്യിദുൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുത്ത് റസൂലുള്ളാഹി പറഞ്ഞതാ, എന്റെ ഈ മോന് സയ്യിദാണ്. അങ്ങനെയാണ് സയ്യിദന്മാർക്ക് സയ്യിദി എന്നുള്ള പേര് വന്നത്. മഹ്മൂദുൽ ബുഖാരി അവിടുത്തെ ബുഖാറയിൽ നിന്ന് ഖുറാസാനിലെ നേരത്തെ പറഞ്ഞ ഷർജിലേക്ക് വന്ന് അവിടെയുള്ള രാജാവ് മഹാനായ മഹ്മൂദ് ഇബ്നു അഹ്മദുൽ ബുഖാരിയോട് അല്പം അഭിപ്രായ വ്യത്യാസമുണ്ടായി. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് മഹ്മൂദുൽ ബുഖാരിയെ വിളിച്ചു. എന്നിട്ട് വലിയ ഒരു തീക്കുണ്ടാരത്തിലേക്ക് മഹ്മൂദുൽ ബുഖാരിയെ എറിയാൻ വേണ്ടി തീരുമാനിച്ചു. പല അഭിപ്രായങ്ങളുമുണ്ട്. അതിൽപ്പെട്ടൊരു അഭിപ്രായമാണ് ഗുഹാമുഖത്താണെന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ രാജാവ് പറഞ്ഞു, നിങ്ങൾ അഹ്ലുബൈത്താണെങ്കിൽ തീയിൽ കരിയാൻ പാടില്ല, നരകത്തിൽ തന്നെ നിങ്ങളിട്ട് ശിക്ഷിക്കപ്പെടൂല, പിന്നെ ദുനിയാവിന്റെ തീയിൽ നിങ്ങളിട്ടിട്ട് എങ്ങനെ ശിക്ഷിക്കുക? അതുകൊണ്ട് തീയിൽ നിങ്ങളെ തീയിലിട്ടാൽ നിങ്ങൾ കരിയാൻ പാടില്ല, നിങ്ങൾ രോമത്തിന് പോലും പുറലേൽക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളെ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ഉപ്പാപ്പ
മഹ്മൂദുൽ ബുഖാരി തന്നെ വലിയ അഗ്നി പരീക്ഷണം നേരിട്ട് ഈ ലോകത്തേക്ക് വന്നവരാണെങ്കിൽ ഇവരും അങ്ങനെ തന്നെയാണ്. ധാരാളം അഗ്നി പരീക്ഷകൾ ഇവരും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ 3 ദിവസം ഗുഹാമുഖം അടച്ചിട്ട് 3 ദിവസം മഹ്മൂദ് ബിൻ അഹ്മദ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ കിടന്നിട്ട് 3-ാമത്തെ ദിവസം തുറന്നു നോക്കിയപ്പോ വഅജബാ, ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ ആ തീക്കുണ്ടാരത്തിൽ നിന്ന് സുസ്മേരവദനായി ചിരിച്ചുകൊണ്ട് മഹ്മൂദ് ബിൻ അഹ്മദ് അൽ ബുഖാരി വന്നപ്പോ ആ ഗുഹാമുഖത്ത് നിന്ന് മുകളിലേക്ക് ഉയർന്ന ബുഹൂർ, ആ ബുഹൂർ നല്ല സുഗന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ നാട്ടുകാര് പറഞ്ഞത്, ഇത് സാധാരണക്കാരനല്ല, ഇത് ബുഹൂറിൽ നിന്ന് വന്ന സയ്യിദാണ്. അങ്ങനെ ബുഹൂരി എന്ന് പറയേണ്ടത് പിന്നെ ബുഖാരിയായി ലോപിച്ചതാണെന്നാണ് നല്ലൊരു പക്ഷം പണ്ഡിതന്മാര് പറയുന്നത്. അങ്ങനെയാണ് ബുഖാരി സാദാത്യങ്ങൾ വരുന്നത്. ഈ ഇന്ത്യയിൽ ആദ്യമായി വന്ന സാദാത്യങ്ങൾ അത് ഐദറൂസികളാണെന്നാണ്, ഇന്ത്യയിൽ വന്ന ആദ്യത്തെ സാദാത്യങ്ങൾ ഐദറൂസികളാണെന്നാണ് പറയുന്നത്. കേരളത്തിൽ ഐദറൂസികളുടെ തുടക്കം പൊന്നാനി വലിയ ജാറത്തിങ്കിൽ നിന്നാണെങ്കിൽ പ്രിയപ്പെട്ടവര്, കേരളത്തിൽ ആദ്യമായി വന്ന സാദാത്യങ്ങൾ ഈ ബുഖാരി സാദാത്യങ്ങളാണ്. ആ ജലാലുദ്ദീനുൽ ബുഖാരിയുടെ സന്താന പരമ്പരയിലെ 12ാമത്തെ കണ്ണിയാണ് മഹാനായ താജുൽ ഉലമാ നവ്വറല്ലാഹു മർഖദഹു. പ്രിയപ്പെട്ടവരെ, കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന് 3.5 കൊല്ലം ഇൽമു പഠിച്ച് പിന്നെ മഹാനായ കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാരിൽ നിന്നും അതോടുകൂടെ തന്നെ അബുൽ കമാൽ കാടേരിയുടെ അടുത്തേക്ക് ദർസിൽ ഓതാൻ വേണ്ടി പോയെങ്കിലും എവിടെ ചെന്നാലും താജുൽ ഉലമ മുദരിസാണ്, എവിടെ ചെന്നാലും മുദരിസാണ്. അപ്പൊ സ്വസ്ഥമായി ഓതാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എവിടെ ചെന്നാലും ധാരാളം കിതാബുകൾ. അവസാനം മഹാനായ താജുൽ ഉലമ വീണ്ടും കണ്ണിയത്തിന് സമീപിച്ചു. അപ്പൊ കണ്ണിയത്ത് ഒരു വാക്ക് പറഞ്ഞു, എന്റെ ശിഷ്യൻ പറമ്പക്കടവത്തുകാരൻ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പിന്നീട് ശംസുൽ ഉലമയായി. ഈ ലോകത്തെ ആദ്യത്തെ ശംസുൽ ഉലമ മഹാനായ ബനി ഹസ്രത്താണ്. 2ാമത്തെ ശംസുൽ ഉലമ ബനി ഹസ്രത്തിന്റെ ശിഷ്യൻ അബ്ദുൽ ജബ്ബാർ ഹസ്രത്താണ്. 3ാമത്തെ ശംസുൽ ഉലമ അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാരാണ്. പിന്നീട് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദാണ്. ആ ഇ.കെ. വെല്ലൂരിൽ ദർസ് നടത്തുന്നുണ്ട് മഹാനായ ഇ.കെ. ഉസ്താദ്. അവരുടെയും ആണ്ട് മാസമാണ് റബീഉൽ ആഖിർ. കണ്ണിയത്ത് ഉസ്താദിന്റെയും ആണ്ട് മാസമാണ് റബീഉൽ ആഖിർ. മഹാനായ താജുൽ ഉലമ അവർ റബീഉൽ ആഖിർ 1 വഫാത്താകുമ്പോ അതൊരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഫെബ്രുവരി മാസം 2013 ഫെബ്രുവരി 2014 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ചയാണ് താജുൽ ഉലമ വഫാത്താകുന്നത്. ഔസുൽ ആലം മശീഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വഫാത്താകുന്നതും ശനിയാഴ്ചയാണ്. മഹാനായ താജുൽ ഉലമ അടക്കമുള്ള വലിയ പണ്ഡിതന്മാർ ചെന്നെത്തുന്ന ബാഖിയാത്തുസ് സാലിഹാത്തിന്റെ ഫൗണ്ടർ റബീഉൽ അവ്വൽ 22 റബീഉൽ ആഖിർ 22 വഫാത്തായ വലിയ വലിയ പണ്ഡിതന്മാരെ ഈ കേരളത്തിലും മറ്റെല്ലായിടത്തേക്കും പറഞ്ഞയച്ചുന്ന ബാക്കവിമാരെ സംഭാവന ചെയ്ത ബാഖിയാത്തിന്റെ ഫൗണ്ടർ അഅ്ലാ ഹസ്രത്ത് വഫാത്താകുന്നതും ഖാദിരിയ തരീഖത്തിലെ വലിയ ശൈഖായ മഹാനൗറുകളും വഫാത്താകുന്നത് റബീഉൽ ആഖിർ 22 ശനിയാഴ്ചയാണ്. നോക്കണം നിങ്ങൾ ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ. അവരൊക്കെ വഫാത്താകുന്ന ഒരേ ദിവസത്തിലാണ്. ഖാദിരിയത്തിന്റെ ബന്ധങ്ങൾ എല്ലാവരും ഉള്ളവരാണ് അവർ. വീണ്ടും കണ്ണിയത്ത് ഉസ്താദിനെ സമീപിച്ചപ്പോ, നിങ്ങൾ വെല്ലൂരിലേക്ക് പോയിക്കോളൂ. 940 മുതൽ 48 വരെ 8 കൊല്ലം മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ബാഖിയാത്തുൽ മുദരിസാണ്. ബാഖിയാത്തുൽ മുദരിസായിരുന്നു. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ, ഉള്ളാൾ തണുപ്പാപ്പാനെ പറഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കൂല. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ തങ്ങളവറുകൾ ദ്വാരക്കും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പം നമ്മളെ എവിടെ എത്തിയത്? ഒരിക്കൽ കെ വി തങ്ങളിനോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞാൽ ഇവിടെ പഴയ ആൾക്കാർക്ക് പോലും ഇത് അറിയില്ല. ഈ നാട്ടിൽ വന്നാൽ നാട്ടിൻ്റെ ചരിത്രം പഠിക്കണ്ടേ? നാട്ടിൻ്റെ ചരിത്രം പഠിക്കണം, താജുൽ ഉലമയെ പറ്റി പഠിക്കണം.
സുബ്ഹാനല്ലാഹ്, നല്ല നാടാണ് ഈ നാട്. മഹാനായ ശംസുൽ ഉലമ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ഇവിടുന്ന് ബാഫക്കി തങ്ങളുടെ ആ സ്മാരകത്തിലുള്ള യതീംഖാനയിൽ പ്രസംഗിക്കുമ്പോൾ ഈ ഉള്ളവൻ അവിടെയുണ്ട്. ഈ നാട്ടിൽ നിന്ന് നല്ല മത്സ്യം, നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും വല വീതാൻ അറിയാം. വല വീതുക എന്നാണ് അവർ പറയുക. അവർ 3 ഭാഗം, ഈ നാടിന്റെ 3 ഭാഗവും പുഴയാണ്. നല്ല മത്സ്യം കിട്ടും ഇവിടെ, നല്ല ഉഗ്രൻ പടക്കണ മത്സ്യം കിട്ടും. പ്രിയപ്പെട്ടവർ, ഇവിടെ നിന്ന് മത്സ്യം പിടിച്ച്, അല്ലെങ്കിൽ ചാലിയത്ത് നിന്ന് നല്ല പടക്കുന്ന മത്സ്യം പിടിച്ച് ഈ നാട്ടുകാരനായ മഹാനായ കുട്ടിക്കോയ ഹാജി, അബൂഗട്ടി പാപ്പ, കുട്ടിക്കോ ഹാജിയുടെ വാപ്പ അബൂഗട്ടി പാപ്പ, അതൊക്കെ വലിയ മനുഷ്യന്മാരാണ്, വലിയ വലിയ ആളുകളാണ്. അവരൊക്കെ പാവങ്ങളെ വല്ലാതെ സഹായിച്ചിരുന്നവരാണ്, ഉലമാക്കളോട് നല്ല സ്നേഹമുള്ളവരാ. ആ കുട്ടിക്കോയ ഹാജി അന്നവർക്ക് അങ്ങനെ വിരലിൽ എണ്ണാവുന്ന ആളുകൾക്കേ കാറുള്ളൂ. മഹാനൂറുകൾ നല്ല മത്സ്യം ഉണ്ടാക്കിയിട്ട് അത് നല്ലപോലെ പൊരിച്ച് പാക്ക് ചെയ്തിട്ട് ഞാൻ ജാമിഅ നൂരിയിൽ ഉണ്ടാകുമ്പോ അങ്ങോട്ട് കൊടുന്നു തരുമെന്ന് ശംസുൽ ഉലമ പറയാം. ജാമിഅ നൂരിയെ പട്ടിക്കാട്ടേക്ക് കൊടുന്നു തരും, ഞങ്ങൾക്ക് നല്ല മീന് കൊടുന്നു തരും എന്ന് ശംസുൽ ഉലമ ഇവിടുന്ന് പ്രസംഗിക്കുകയാണ്. അത് ഞാൻ കേട്ടു, ഞാൻ ആ സമയത്തുണ്ട്. അങ്ങനെ ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ നാട്ടിലാണ് താജുൽ ഉലമ വളർന്നത്. താജുൽ ഉലമയെ വഅദ് പറയാൻ നല്ല വഅദ് പറയുന്ന ആളാണ്. 40 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വഅദ് പറയും. ഗൗസുൽ ആലമിനെ പോലെ അതേ 40 വഅദ് പറഞ്ഞോവർ, നന്നായി 90 കൊല്ലം ഇരുന്നോവാ. 40 ഗൗസുൽ ആലം വഅദ് പറഞ്ഞു. ഹിജറ 521 മുതൽ ഹിജറ 560 വരെ, അല്ലെങ്കിൽ 61 വരെ, അവിടുത്തെ അവസാനം വരേക്കും മഹാനായ ഗൗസുൽ ആലം വഅദ് പറഞ്ഞു. അങ്ങനെ വഅദ് പറഞ്ഞപ്പോ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും അവിടെ വരുന്നോവർ, അപ്പോലെ നമ്മുടെ ഖോജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും അവിടെ വരുന്നോവർ. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരൊക്കെ ഗൗസുൽ ആലമിന്റെ ആ വഅദിന്റെ സദസ്സിൽ വന്നിരുന്നു. മുത്തു റസൂലുള്ളാഹിന്റെ റൂഹും അവിടെ വന്നിരുന്നു. ഒരിക്കൽ ഗൗസുൽ ആലം ഇങ്ങനെ വഅദ് പറയാണ്. താജുൽ ഉലമ ഈ കരുവന്തിരുത്തിയിൽ നിന്നാണ് വഅദ് പറഞ്ഞിട്ട് സ്റ്റേജിൽ വഅദ് പറഞ്ഞു തുടങ്ങിയത്. കരുവന്തിരുത്തിയിൽ അന്ന് പരിസരത്തൊന്നും വഅദ് ഉണ്ടാകൂല. വഅദിന് ഒരു ഉസ്താദിനെ കൊടുന്ന് പോറ്റാനുള്ള കഴിവ് പലയിടത്തുമില്ല. ഉസ്താദുമാർ അന്ന് വഅദിന് വരുമ്പോ ഏതെങ്കിലും ഒരു വീട്ടിൽ വഅദ് കഴിയുന്നത് വരെ ഒരാഴ്ചയൊക്കെ വഅദ് ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ താമസിക്കലാണ്. എന്റെ കാരണം എപ്പോഴും പോയി വരാനുള്ള സൗകര്യങ്ങളില്ല. എന്റെ പിതാവ് ചാലിയത്ത് വഅദ് പറഞ്ഞിരുന്നു, ഒരാഴ്ചയോളം വഅദ് പറഞ്ഞിരുന്നു. കുട്ടിക്കോയ ഹാജിയുടെ അനുജൻ മുഹമ്മദ് കുട്ടി ഹാജി അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ ഉപ്പ വഅദ് പറഞ്ഞപ്പോ എന്റെ പുരയിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ എന്റെ പുരയിൽ താമസിച്ചപ്പോ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഉപ്പയാണ് പഠിപ്പിച്ചു തന്നത്. മമ്മൂട്ടിജി പറയാം, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് നിങ്ങളുപ്പയാണ് പഠിപ്പിച്ചു തന്നത്. ഇതാണ് ഉലമാക്കളെ കൂടെ കൂടിയാലുള്ള നേട്ടം. അങ്ങനെയാണ്, അതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഉലമാഇന്റെ കൂടെ സഞ്ചരിച്ചവരാണ് ഇവർ. ഈ നാട്ടിൽ ഇങ്ങനെ എണ്ണപ്പെട്ട സ്ഥലങ്ങളിലെ വലിയ ആലിമീങ്ങളെ കൊണ്ടുവരാൻ കഴിയൂ. അവർക്ക് താമസിക്കാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കാൻ അവർക്ക് സാധിക്കൂ അന്ന്. കാരണം ഇന്നത്തെ പോലെ വഅദ് പറഞ്ഞു പോകുന്ന സമ്പ്രദായമല്ല. അങ്ങനെ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മുസ്ലിഹാർ ഈ കരുവന്തിരുത്തി മടത്തിപ്പാടത്ത് വഅദിന് വന്നു. വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടെ വഅദിന് വന്നിട്ടുണ്ട്. ഉമ്മാലിക്കുട്ടി ഹാജിയെ വഅദ് പറഞ്ഞിട്ടാണ്. പ്രിയപ്പെട്ടവരെ, തർബിയത്തുൽ ഇസ്ലാം മദ്രസ ഉണ്ടാക്കിയത് ഉമ്മാലിക്കുട്ടി ഹാജിയുടെ വഅദ് കൊണ്ടാണ്. കരുവന്തിരുത്തി ആ വലിയ ജുമുഅത്ത് പള്ളിന്റെ ആ മഹല്ലത്തിലുള്ള മദ്രസ, ആ മദ്രസ അത് മഹാനൗറുകൾക്കുള്ള വഅദ് കൊണ്ടാണ്. ഈ ഇംദാദുൽ ഇസ്ലാം മദ്രസ, ഈ കരുവന്തിരുത്തി മടത്തിൽ പാടത്തുള്ള മദ്രസക്കും ധാരാളം ആൾക്കാർ വഅദ് പറഞ്ഞിട്ടുണ്ട്. ഈ ഉള്ളവൻ ഇവിടെ ഉണ്ടാകുമ്പോഴും ധാരാളം വഅദിന്റെ മജ്ലിസുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിലൊക്കെ നല്ല ആളുകൾ കൂടുന്ന പ്രദേശമാണിത്. അങ്ങനെ ഒരിക്കൽ വൈലിത്തറ വഅദിന് വന്നപ്പോ വൈലിത്തറക്ക് വഅദ് പറയാൻ ഒരു ദിവസം എന്തോ ക്ഷീണം വന്നു. അപ്പോ വൈലിത്തറ തങ്ങൾ വഅദ് പറയട്ടെ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഅദ് പറയട്ടെ എന്ന് പറഞ്ഞു. താജുൽ ഉലമ അങ്ങ് വഅദ് പറഞ്ഞപ്പോ വൈലിത്തറ കേട്ട് തരിച്ചുപോയി.
അങ്ങനെയാണ് സ്റ്റേജ് വാദിലേക്ക് മഹാനായ താജുൽ ഉലമ കടന്നു വരുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് താജുൽ ഉലമ വാദിന്റെ രംഗത്തേക്ക് കടന്നു വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഗൗസുൽ ആലമിന്റെ ആ 40 കൊല്ലത്തെ വാദ് എങ്ങനെയാണെന്നറിയോ? ഒരു ദിവസം ഒരാഴ്ചയിൽ 3 ദിവസമാണ്. ഒരാഴ്ചയിൽ 3 ദിവസം വാഴ. ആ വാഴ 40 കൊല്ലം നീണ്ടു. ആദ്യ ദിവസങ്ങളിലൊക്കെ 2-3 ആൾക്കാരെ വാഴനുണ്ടാവുള്ളൂ. 2-3 ആൾക്കാരെ വാഴനുണ്ടായിരുന്നുള്ളൂ. അതങ്ങ് കൂടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന രൂപമായി ഒരു ദിവസം വാഴ പറയുന്നു. സ്റ്റേജിൽ ഗൗസുൽ ആലം വാഴ പറയുകയാണ്. ആ വാഴ പറയുമ്പോ അക്കാണുന്ന തൂണ് പോലെയുള്ള ഒരു തൂണിന്റെ അടുത്ത് അലിയുൽ ഹീത്തി റളിയല്ലാഹു തആല അൻഹു ഗൗസുൽ ആലമിന്റെ കാലഘട്ടത്തിൽ തന്നെയുള്ള വലിയ അഖ്താബീങ്ങളിൽപ്പെട്ട ആളാണ് അലിയുൽ ഹീത്തി തങ്ങൾ. മഹാനവറുകൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിയപ്പോ മഹാനായ ഗൗസുൽ ആലം വാഴ നിർത്തിയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ നടന്നുപോയി. അലിയുൽ ഹീത്തി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് പോയി കുറെ നേരം നിന്നിട്ട് അലിയുൽ ഹീത്തി ഉറക്കം ഉണർന്നപ്പോ ഗൗസുൽ ആലം സദസ്സിലേക്ക് വന്ന് വാഴ് തുടങ്ങി. വാഴ് കഴിഞ്ഞിട്ട് ശിഷ്യന്മാര് ചോദിച്ചു, എന്തേ ഇങ്ങനെ ഒരു പരിപാടി, എന്തേ? അപ്പൊ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും ഭക്ഷണമുണ്ട്. താജുൽ ഉലമ വല്ലാത്ത സൽക്കാരപ്രിയനാണ്, വല്ലാത്ത സൽക്കാരപ്രിയ. റമദാനിക്ക് ഇവിടെ വന്നപ്പോ മഗ്രിബിന് ശേഷം മഹാനായ താജുൽ ഉലമയുടെ കൂടെ മഗ്രിബ് നിസ്കരിച്ച് പിന്നെ താജുൽ ഉലമ വീട്ടിൽ ഭക്ഷണത്തിനായി കാത്തിരിക്കുകയാണ്. അവിടെ തന്നെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അടുത്തിരുത്തിയിട്ട് നല്ലപോലെ ഭക്ഷിപ്പിക്കും. അള്ളാഹു അവിടുത്തെ ദറജേറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഇൻഷാ അള്ളാഹ് ഭക്ഷണ വിതരണം അങ്ങ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. മഹാനായ തങ്ങളവറുകൾ ദുആക്ക് നേതൃത്വം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഗൗസുൽ ആലം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഗൗസുൽ ആലം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ വാഴ് പറയുമ്പോ അലിയുൽ ഹീത്തി ഉറങ്ങിയപ്പോ അവിടത്തെ മനാമിൽ മുത്തു റസൂലുള്ളാഹി വന്നു. അവിടത്തെ ഉറക്കത്തിൽ മുത്തു റസൂലുള്ളാഹി വന്നു. എന്റെ സദസ്സിലേക്ക് റസൂലുള്ളാഹി വരുമ്പോ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വാഴ് നിർത്തി ആദരവോടുകൂടെ അവിടെ പോയി നിന്നതാ. അലിയുൽ ഹീത്തിന്റെ സ്വപ്നം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഉണർന്നപ്പോ റസൂലുള്ളാഹി മറഞ്ഞുപോയി. ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അതാണ് റസൂലുള്ളാഹിന്റെ റൂഹം അവിടുത്തെ സദസ്സിൽ പങ്കെടുത്തിരുന്നു. ഇങ്ങനെ വാഴ് പറഞ്ഞിരുന്ന ആളാണ് ഗൗസുൽ ആലം. ആ ഗൗസുൽ ആലമിനോട് വല്ലാത്ത മഹബ്ബത്തുണ്ടായിരുന്നു മഹാനായ താജുൽ ഉലമക്ക്. ഖാദിരിയ തരീഖത്ത് മഹാനായ താജുൽ ഉലമയിലുണ്ട്, റഈസുൽ ഉലമയിലുണ്ട്. റഈസുൽ ഉലമക്ക് 4 തരീഖത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മശായിഖന്മാര് മുഴുവനും തരീഖത്തിന്റെ ആളുകളാ. അതോടുകൂടെ തന്നെ നല്ലപോലെ അമല് ചെയ്യുന്ന ആളുകളാ. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ വീണ്ടും മഹാനായ താജുൽ ഉലമ കണ്ണീത്ത് ഉസ്താദിനെ സമീപിച്ചപ്പോഴാണ് വെല്ലൂരിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞത്. അപ്പോഴാണ് EK ഉസ്താദ് അവിടെ നിന്ന് വെല്ലൂരിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് വെല്ലൂരിലേക്ക് പോയ താജുൽ ഉലമ ആലിക്കുട്ടി മുസ്ലിയാരും 2 പേരും കൂടി EK ഉസ്താദിന്റെ അടുത്ത് തളിപ്പറമ്പിൽ പോയി ഓതി. അവിടെ ചെന്നപ്പോ EK ഉസ്താദ് മുല്ലാജാമി ദർസ് നടത്താൻ വേണ്ടി ഏൽപ്പിച്ചപ്പോ താജുൽ ഉലമക്ക് മുല്ലാജാമി എന്താണെന്നറിഞ്ഞുകൂടാ. അത് കണ്ടിട്ടില്ല, അത് നോക്കിയിട്ടില്ല. കടം വാങ്ങിച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമ മുല്ലാജാമി ദർസ് നടത്തിയത് നല്ല രസത്തോടു കൂടെ അവിടെ നിന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നീണ്ട 62 കൊല്ലം 90 വയസ്സല്ലേ ഗൗസുൽ ആലം ജീവിച്ചത്. അതേ ബാഖിയാത്തു സാലിഹാത്തിന്റെ സ്ഥാപകനും ജീവിച്ചത് 90 വയസ്സാണ്. താജുൽ ഉലമയും ജീവിക്കുന്നത് അങ്ങനെ തന്നെയാ. ഖാദിരിയ തരീഖത്തിന്റെ എല്ലാമായ ഈ മശായിഖന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാസത്തു അസ്വാത്തിൻ യുഹിബ്ബുഹല്ലാഹ്,
3 ശബ്ദങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ശബ്ദം സൗത്തുദ്ദീക്ക് കോഴിയുടെ ശബ്ദമാണ്. മറ്റൊരു ശബ്ദം സൗത്തുല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവന്റെ ശബ്ദമാ. മറ്റൊരു ശബ്ദം, മറ്റൊരുത്തന്റെ ശബ്ദം സൗത്തുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അർദ്ധരാത്രി സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുടെ ശബ്ദമാ. താജുൽ ഉലമ എഴുന്നേൽക്കുമ്പോ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി എന്നുള്ള വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിന്റെ അവസാനത്തെ 10 ആയത്ത് ഓതിയിട്ടാണ് എഴുന്നേൽക്കുക. ഓക്കെ ഉസ്താദ്, അങ്ങനെയാണ് എഴുന്നേൽക്കുക. റഈസുൽ ഉലമ അങ്ങനെയാണ് എഴുന്നേൽക്കുക. അൽ ആലി ഇംറാനിന്റെ അവസാനത്തെ 10 ആയത്തുകൾ ഓതിയിട്ടാണ് അവർ ജീവിതം തന്നെ, ഒരു ദിവസത്തെ ജീവിതം തുടങ്ങൽ. അങ്ങനെയാണ് മുത്ത് റസൂലുള്ള അങ്ങനെയായിരുന്നു. എഴുന്നേറ്റിരുന്ന് 2 കൈകളെ കൊണ്ട്, കൈയിന്റെ വിരലുകളെ കൊണ്ട് കണ്ണിങ്ങനെ 3 വട്ടം തിരുമ്മിയിട്ട്, അങ്ങനെ തിരുമ്മൽ സുന്നത്താണെന്ന് കല്ലൂബിയിൽ കാണാം. എന്നിട്ട് ഈ ആയത്ത് ഓതിയിട്ടാണ് ജീവിതത്തിന്റെ തുടക്കം, ഒരു ദിവസത്തിന്റെ തുടക്കം. അങ്ങനെയാ 3 ശബ്ദങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നതിൽ 2 ശബ്ദവും താജുൽ ഉലമയിൽ നിന്ന് കാണാം. അതേ നമ്മുടെ മശായിഖന്മാരിൽ നിന്ന് കാണാം. അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ ആയത്ത്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ, അതാണ് താജുൽ ഉലമ എപ്പോഴും ഓതാറുള്ള ആ ആയത്ത്. അതാണ് അതോടുകൂടെ തന്നെ അവിടെ നിന്ന് എപ്പോഴും ചൊല്ലാറുള്ള ബൈത്ത്, വമാ ബി ഹദാറുൽ മൗത്ത്, എന്നിൽ മരണത്തെ പേടിയില്ല എന്നതാണ് അവിടെ നിന്ന് എപ്പോഴും ചൊല്ലാറുള്ള ബൈത്ത്. അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കുമാറാകട്ടെ.